ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 മുതൽ 6 വരെ അധ്യായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസംബർ 13 ഒരു ഓൺലൈൻ മത്സര പരീക്ഷ നമ്മൾ നടത്തിയിരുന്നല്ലോ. 100ഓളം പേർ അതിൽ പങ്കെടുത്തിരുന്നു. സമാനമായ ഒരു പരീക്ഷ 7 മുതൽ 12 വരെ അധ്യായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തണമെന്ന് പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് ഫെബ്രുവരി 7-ാം തീയതി ശനിയാഴ്ച രാത്രി 8:30 മുതൽ 9:15 വരെ നടത്തുകയാണ്. ആർക്ക് വേണമെങ്കിലും ഇതിൽ പങ്കെടുക്കാം. ഒരേ മാർക്ക് വന്നാൽ സബ്മിറ്റ് ചെയ്ത സമയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനം നിർണ്ണയിക്കുക. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫലപ്രഖ്യാപനം നടത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. പരീക്ഷയുടെ ലിങ്ക് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസും മറ്റു വിവരങ്ങളും ലഭിക്കുന്നതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുക. പരിശീലനത്തിനായി ഈ വീഡിയോയിൽ 250 ചോദ്യോത്തരങ്ങളും കൂടാതെ വെബ്സൈറ്റിൽ പരിശീലന ലിങ്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പരിശീലനത്തിനായുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, ഇതിൽ പെടാത്ത ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ചോദ്യം 1. എപ്പോഴാണ് യേശു ദേവാലയത്തിൽ ചെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു തുടങ്ങിയത്? എ. കൂടാരത്തിരുന്നാൾ പകുതിയായപ്പോൾ. ബി. കൂടാരത്തിരുന്നാൾ ആരംഭിച്ചപ്പോൾ. സി. കൂടാരത്തിരുന്നാളിൻ്റെ അവസാന ദിവസം. ഡി. ബലിയർപ്പണത്തിനിടയിൽ. ഉത്തരം എ. കൂടാരത്തിരുന്നാൾ പകുതിയായപ്പോൾ. ചോദ്യം 2. പ്രഭു, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ഗ്രീക്കുകാർ പറഞ്ഞപ്പോൾ പീലിപ്പോസ് ആരെയാണ് സമീപിച്ചത്? എ. പത്രോസിനെ. ബി. അന്ത്രയോസിനെ. സി. യോഹന്നാനെ. ഡി. യാക്കോബിനെ. ഉത്തരം ബി. അന്ത്രയോസിനെ. ചോദ്യം 3. യേശു കടന്നു പോകുമ്പോൾ ആരെ കണ്ടു എന്നാണ് യോഹന്നാൻ 9:1 പറയുന്നത്? എ. ഒരു കുരുടനെ. ബി. ഒരു കുഷ്ഠരോഗിയെ. സി. ജന്മന മുടന്തനായ ഒരുവനെ. ഡി. ജന്മന അന്ധനായ ഒരുവനെ. ഉത്തരം ഡി. ജന്മന അന്ധനായ ഒരുവനെ. ചോദ്യം 4. 15 സ്ഥാദിയോൺ എന്നത് കിലോമീറ്ററിൽ എത്ര ദൂരം വരും? എ. ഏകദേശം 2 കിലോമീറ്റർ. ബി. ഏകദേശം 3 കിലോമീറ്റർ. സി. ഏകദേശം 4.5 കിലോമീറ്റർ. ഡി. ഏകദേശം 1.5 കിലോമീറ്റർ. ഉത്തരം ബി. ഏകദേശം 3 കിലോമീറ്റർ. ചോദ്യം 5. തൻ്റെ സ്വരം ശ്രവിച്ച് ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളെ കൂടി കൊണ്ടുവന്ന് അവസാനം എന്തായിത്തീരും എന്നാണ് യേശു പറയുന്നത്? എ. ഒരാട്ടിൻപറ്റവും ഒരിടയനും. ബി. ഒരിടയനും ഒരാട്ടിൻപറ്റവും. സി. ഒരാട്ടിൻപറ്റവും ഒരു നേതാവും. ഡി. ഒരു രാജാവും ഒരു രാജ്യവും. ഉത്തരം എ. ഒരാട്ടിൻപറ്റവും ഒരിടയനും. ചോദ്യം 6. യോഹന്നാൻ 9:17 യേശു ആരെന്നാണ് ഫരിസേയരുടെ ചോദ്യത്തിന് മറുപടിയായി അന്ധൻ പ്രഖ്യാപിക്കുന്നത്? എ. അവൻ ദൈവമാണ്. ബി. അവൻ രക്ഷകനാണ്. സി. അവൻ ഒരു പ്രവാചകനാണ്. ഡി. അവൻ ദൈവം അയച്ച മനുഷ്യനാണ്. ഉത്തരം സി. അവൻ ഒരു പ്രവാചകനാണ്. ചോദ്യം 7. എവിടെ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ. പിതാവിൻ്റെ അധരത്തിൽ നിന്ന്. ബി. പിതാവിൻ്റെ നാവിൽ നിന്ന്. സി. അത്യുന്നതൻ്റെ അധരത്തിൽ നിന്ന്. ഡി. പിതാവിൻ്റെ ജ്ഞാനത്തിൽ നിന്ന്. ഉത്തരം എ. പിതാവിൻ്റെ അധരത്തിൽ നിന്ന്. ചോദ്യം 8 പൂരിപ്പിക്കുക. അവിടുത്തെ ഡാഷ് മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതാണോ അതോ ഞാൻ ഡാഷ് എന്നു മനസ്സിലാക്കും? എ. ഉൾക്കൊള്ളാൻ സ്വയം നൽകുന്നതോ. ബി. അംഗീകരിക്കാൻ സ്വയം നൽകുന്നതോ. സി. ഇഷ്ടം നിറവേറ്റാൻ സ്വയം നൽകുന്നതോ. ഡി. ഇഷ്ടം നിറവേറ്റാൻ സ്വമേധയാ പറയുന്നതോ. ഉത്തരം സി. ഇഷ്ടം നിറവേറ്റാൻ സ്വയം നൽകുന്നതോ. ചോദ്യം 9. യോഹന്നാൻ 9:16 പറയുന്ന അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി എന്നതിന് സമാനമായ സംഭവം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റെവിടെയാണുള്ളത്? എ. യോഹന്നാൻ 8:43. യോഹന്നാൻ 10:19. ബി. യോഹന്നാൻ 7:43. യോഹന്നാൻ 11:19.
സി യോഹന്നാൻ 7:48, യോഹന്നാൻ 10:19. ഡി യോഹന്നാൻ 7:43, യോഹന്നാൻ 10:19. ഉത്തരം ഡി യോഹന്നാൻ 7:43, യോഹന്നാൻ 10:19. ചോദ്യം 10. ആടുകൾക്ക് വേണ്ടി താൻ എന്തു ചെയ്യും എന്നാണ് യോഹന്നാൻ 10:15 യേശു പ്രഖ്യാപിക്കുന്നത്? എ തന്നെ അർപ്പിക്കുന്നു, ബി സർവ്വതും അർപ്പിക്കുന്നു, സി സ്വയം ബലിയാകുന്നു, ഡി ജീവൻ അർപ്പിക്കുന്നു. ഉത്തരം ഡി ജീവൻ അർപ്പിക്കുന്നു. ചോദ്യം 11. ജെറുസലേമിൽ നിന്നും ബഥാനിയയിലേക്കുള്ള ദൂരം എത്ര? എ ഏകദേശം 25 സ്താദിയോൺ, ബി ഏകദേശം 5 സ്താദിയോൺ, സി ഏകദേശം 10 സ്താദിയോൺ, ഡി ഏകദേശം 15 സ്താദിയോൺ. ഉത്തരം ഡി ഏകദേശം 15 സ്താദിയോൺ. ചോദ്യം 12. യേശുവിൻ്റെ ശിഷ്യനായ പീലിപ്പോസ് ഏത് നാട്ടുകാരൻ ആയിരുന്നു? എ ജെറുസലേം, ബി യൂദയായിലെ ബെത്ലഹേം, സി ഗലീലിയിലെ ബെത്സയിദ, ഡി സമരിയായിലെ സിക്കാർ. ഉത്തരം സി ഗലീലിയിലെ ബെത്സയിദ. ചോദ്യം 13. യോഹന്നാൻ 9:16 സമാനമായി സാബത്ത് ലംഘിച്ച മറ്റൊരു സംഭവം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എവിടെയാണുള്ളത്? എ യോഹന്നാൻ 5:9-10, ബി യോഹന്നാൻ 5:8, സി യോഹന്നാൻ 5:11, ഡി യോഹന്നാൻ 4:9-10. ഉത്തരം എ യോഹന്നാൻ 5:9-10. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കിയെടുത്ത് നടന്നു. അന്ന് സാബത്ത് ആയിരുന്നു. ചോദ്യം 14. യോഹന്നാൻ 9:16 യേശു ചെയ്ത ഏത് പ്രവൃത്തിയാണ് സാബത്ത് ലംഘനമായി ഫരിസയർ കണക്കാക്കിയത്? എ സാബത്ത് ദിവസം ഉപവസിച്ചില്ല, ബി സാബത്ത് ദിവസം ചെളിയുണ്ടാക്കി, സി സാബത്ത് ദിവസം ദുഷ്പ്രേരണ നൽകി, ഡി സാബത്ത് ദിവസം പഠിപ്പിച്ചു. ഉത്തരം ബി സാബത്ത് ദിവസം ചെളിയുണ്ടാക്കി. ചോദ്യം 15 പൂരിപ്പിക്കുക. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ ഡാഷ് എനിക്കുള്ളവ എന്നെയും അറിയുന്നു. എ എനിക്കുള്ളവയെയും, ബി ആടുകളെയും, സി മറ്റുള്ളവരെയും, ഡി അയച്ചവനെയും. ഉത്തരം എ എനിക്കുള്ളവയെയും. ചോദ്യം 16. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായെന്നാണ് ബഥാനിയയിൽ എത്തിയപ്പോൾ യേശു അറിഞ്ഞത്? എ 2 ദിവസം, ബി 3 ദിവസം, സി 4 ദിവസം, ഡി 5 ദിവസം. ഉത്തരം സി 4 ദിവസം. ചോദ്യം 17. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽപ്പെട്ട ജനങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരെ സുവിശേഷകൻ എടുത്തു പറയുന്നു. ആരാണ് അവർ? എ ഗലീലിയർ, ബി ഗ്രീക്കുകാർ, സി സമരിയക്കാർ, ഡി ഫിനീഷ്യക്കാർ. ഉത്തരം ബി ഗ്രീക്കുകാർ. ചോദ്യം 18. യോഹന്നാൻ 10:7 പ്രകാരം താൻ ആരെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ ലോകത്തിൻ്റെ പ്രകാശം, ബി ജീവൻ്റെ അപ്പം, സി ആടുകളുടെ വാതിൽ, ഡി നല്ല ഇടയൻ. ഉത്തരം സി ആടുകളുടെ വാതിൽ. ചോദ്യം 19 പൂരിപ്പിക്കുക. അവൻ പറഞ്ഞു, നിങ്ങൾ ഡാഷ് ഞാൻ മുകളിൽ നിന്നുള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ്, ഞാൻ ഡാഷ്. എ അബ്രാഹത്തിൻ്റെ മക്കളാണ്, ഈ ലോകത്തിൻ്റേതല്ല. ബി താഴെ നിന്നുള്ളവരാണ്, ഉന്നതത്തിൽ നിന്നുള്ളവനാണ്. സി താഴെ നിന്നുള്ളവരാണ്, ഈ ലോകത്തിൻ്റേതല്ല. ഡി മോശയെ അനുഗമിക്കുന്നവരാണ്, ലോകത്തിൻ്റേതല്ല. ഉത്തരം സി താഴെ നിന്നുള്ളവരാണ്, ഈ ലോകത്തിൻ്റേതല്ല. ചോദ്യം 20. എന്ത് കാരണം കൊണ്ടാണ് ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചത്? എ യേശുവിൻ്റെ സംസാര ശൈലി കേട്ടിട്ട്, ബി യേശു ഒരു നിയമജ്ഞൻ അല്ലാതിരുന്നതുകൊണ്ട്, സി യേശു ഒരു പുരോഹിതൻ അല്ലാതിരുന്നതുകൊണ്ട്, ഡി യേശു ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ. ഉത്തരം
ഡി യേശു ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ. ചോദ്യം 20. ആര് ആരോട് പറഞ്ഞു? നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. എ. ഫരിസേയർ പരസ്പരം പറഞ്ഞു. ബി. പുരോഹിത പ്രമുഖർ പരസ്പരം പറഞ്ഞു. സി. പുരോഹിത പ്രമുഖർ നിയമജ്ഞരോട്. ഡി. പുരോഹിത പ്രമുഖർ ഫരിസേയരോട്. ഉത്തരം എ. ഫരിസേയർ പരസ്പരം പറഞ്ഞു. ചോദ്യം 22. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 2-ാം ശീർഷകം എന്ത്? എ. ലാസറിൻ്റെ മരണം. ബി. ലാസറിനെ ഉയിർപ്പിക്കുന്നു. സി. യേശു പുനരുത്ഥാനവും ജീവനും. ഡി. യേശു കണ്ണുനീർ വാർക്കുന്നു. ഉത്തരം സി. യേശു പുനരുത്ഥാനവും ജീവനും. ചോദ്യം 23. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. യോഹന്നാൻ 10:6. ഉപമയേത്? എ. നാണയത്തിൻ്റെ ഉപമ. ബി. കൃഷിക്കാരൻ്റെ ഉപമ. സി. ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ. ഡി. വിതക്കാരൻ്റെ ഉപമ. ഉത്തരം സി. ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ. ചോദ്യം 24. യേശു ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ ഫരിസേയർ കണ്ടെത്തിയ കാരണം എന്താണ്? എ. അവൻ ഒരു നസ്രായൻ ആണ്. ബി. അവൻ സാബത്ത് ആചരിക്കുന്നില്ല. സി. അവൻ നിയമം അനുസരിക്കുന്നില്ല. ഡി. അവൻ പുരോഹിതരെ വിമർശിക്കുന്നു. ഉത്തരം ബി. അവൻ സാബത്ത് ആചരിക്കുന്നില്ല. ചോദ്യം 25. അധ്യായവും വാക്യവും ഏത്? ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല. എ. യോഹന്നാൻ 12:7. ബി. യോഹന്നാൻ 12:8. സി. യോഹന്നാൻ 12:9. ഡി. യോഹന്നാൻ 12:10. ഉത്തരം ബി. യോഹന്നാൻ 12:8. ചോദ്യം 26. അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ടുകൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കാൻ വന്നത്. ഏത് അടയാളം? എ. അന്ധന് കാഴ്ച നൽകിയ. ബി. ലാസറിനെ ഉയർപ്പിച്ചത്. സി. കുഷ്ഠരോഗി സൗഖ്യമാക്കിയ. ഡി. അപ്പം വർദ്ധിപ്പിച്ച സംഭവം. ഉത്തരം ബി. ലാസറിനെ ഉയർപ്പിച്ചത്. ചോദ്യം 27. ദീദിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? എ. പ്രകാശിക്കുന്നവൻ. ബി. ഇരട്ട. സി. വിശ്വസ്തൻ. ഡി. ദൈവപുത്രൻ. ഉത്തരം ബി. ഇരട്ട. ചോദ്യം 28. യോഹന്നാൻ 9:15 ഫരിസേയർ അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന ചോദ്യത്തിന് അവൻ്റെ മറുപടിയിൽ പെടാത്തതേത്? എ. അവൻ എൻ്റെ കണ്ണുകളിൽ ചെളി പുരട്ടി. ബി. സീലോഹായിൽ പോയി കഴുകുക. സി. ഞാൻ കഴുകി. ഡി. ഞാൻ കാണുകയും ചെയ്യുന്നു. ഉത്തരം ബി. സീലോഹായിൽ പോയി കഴുകുക. ചോദ്യം 29. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന വചനത്തിൽ എവിടേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് യേശു ഉദ്ദേശിക്കുന്നത്? എ. സമരിയായിലേക്ക്. ബി. കഫർനാമിലേക്ക്. സി. നസ്രത്തിലേക്ക്. ഡി. പിതാവിൻ്റെ പക്കലേക്ക്. ഉത്തരം ഡി. പിതാവിൻ്റെ പക്കലേക്ക്. ചോദ്യം 30. എന്തു ചോദിച്ചുകൊണ്ടാണ് തിരുനാളിൽ യഹൂദർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്? എ. അവൻ എവിടെ? ബി. പ്രവാചകൻ എവിടെ? സി. രക്ഷകൻ എവിടെ? ഡി. ദാവീദിൻ്റെ പുത്രൻ എവിടെ? ഉത്തരം എ. അവൻ എവിടെ. ചോദ്യം 31. എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? ഇത് ആരുടെ വാക്കുകൾ? എ. നിയമജ്ഞരുടെ. ബി. യൂദാസ് കറിയാത്തായുടെ. സി. യഹൂദരുടെ. ഡി. ശിഷ്യന്മാരുടെ. ഉത്തരം ബി. യൂദാസ് കറിയാത്തായുടെ. ചോദ്യം 32. അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല. പ്രത്യുത യോഹന്നാൻ 12:6. തുടർന്ന് യൂദാസ് കറിയാത്തായെക്കുറിച്ച് എത്ര കാര്യങ്ങൾ ഈ വാക്യത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്? എ. 1. ബി. 2. സി. 3. ഡി. 4. ഉത്തരം സി. 3.
ചോദ്യം 33 പൂരിപ്പിക്കുക. യേശു പറഞ്ഞു, അവളെ തടയേണ്ട, എൻ്റെ ഡാഷ് ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. എ. ശവസംസ്കാരത്തിനായി, ബി. ശുദ്ധീകരണ കർമ്മത്തിനായി, സി. പുനരുത്ഥാനത്തിനായി, ഡി. ശവസംസ്കാര ദിനത്തിനായി. ഉത്തരം ഡി. ശവസംസ്കാര ദിനത്തിനായി. ചോദ്യം 34 നിങ്ങൾ തിരുനാളിന് പൊയ്ക്കൊള്ളുവിൻ, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല. യോഹന്നാൻ 7:8. ഏത് തിരുനാളിനെക്കുറിച്ചാണ് യേശു ഇവിടെ സംസാരിക്കുന്നത്? എ. യഹൂദരുടെ കൂടാര തിരുനാൾ, ബി. പെസഹ തിരുനാൾ, സി. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, ഡി. പ്രതിഷ്ഠയുടെ തിരുനാൾ. ഉത്തരം എ. യഹൂദരുടെ കൂടാര തിരുനാൾ. ചോദ്യം 35 അധ്യായവും വാക്യവും ഏത്? നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ. എ. യോഹന്നാൻ 12:6, ബി. യോഹന്നാൻ 12:18, സി. യോഹന്നാൻ 12:34, ഡി. യോഹന്നാൻ 12:36. ഉത്തരം ഡി. യോഹന്നാൻ 12:36. ചോദ്യം 36 നിങ്ങൾ തിരുനാളിന് പൊയ്ക്കൊള്ളുവിൻ, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല. എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം യേശു എവിടെയാണ് താമസിച്ചത്? എ. കഫർനാമിൽ, ബി. ഗലീലിയിൽ, സി. ബഥാനിയായിൽ, ഡി. സ്വന്തം ഭവനത്തിൽ. ഉത്തരം ബി. ഗലീലിയിൽ. ചോദ്യം 37 സഹോദരർ കൂടാരത്തിരുനാളിന് പോയതിനു ശേഷം യേശു എന്തു ചെയ്തു? എ. പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി, ബി. പരസ്യമായി തിരുനാളിന് പോയി, സി. രഹസ്യമായി തിരുനാളിന് പോയി, ഡി. രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോയി. ഉത്തരം സി. രഹസ്യമായി തിരുനാളിന് പോയി. ചോദ്യം 38 തന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന 2 വ്യക്തികൾ ആരൊക്കെയെന്നാണ് യേശു യോഹന്നാൻ 8:18 അവകാശപ്പെടുന്നത്? എ. ഞാനും യോഹന്നാനും, ബി. യോഹന്നാനും എന്നെ അയച്ച പിതാവും, സി. മോശയും എന്നെ അയച്ച പിതാവും, ഡി. ഞാനും എന്നെ അയച്ച പിതാവും. ഉത്തരം ഡി. ഞാനും എന്നെ അയച്ച പിതാവും. ചോദ്യം 39 അധ്യായവും വാക്യവും എഴുതുക. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. എ. യോഹന്നാൻ 10:11, ബി. യോഹന്നാൻ 10:12, സി. യോഹന്നാൻ 10:13, ഡി. യോഹന്നാൻ 10:14. ഉത്തരം എ. യോഹന്നാൻ 10:11. ചോദ്യം 40 എന്ത് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പിതാവിനെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു എന്നാണ് യേശു പറയുന്നത്? എ. നിയമം പഠിച്ചിരുന്നുവെങ്കിൽ, ബി. യോഹന്നാനെ വിശ്വസിച്ചിരുന്നെങ്കിൽ, സി. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഡി. നീതിയോടെ ജീവിച്ചിരുന്നെങ്കിൽ. ഉത്തരം സി. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ. ചോദ്യം 41 താൻ സാക്ഷ്യം വഹിക്കുന്നതിനും വിധിക്കുന്നതിനും പിന്നിൽ പ്രവർത്തിക്കുന്നത് പിതാവാണെന്ന് യേശു പഠിപ്പിച്ചത് എവിടെ വെച്ചാണ്? എ. കഫർനാമിൽ വച്ച്, ബി. ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത്, സി. സിനഗോഗിൽ, ഡി. ദേവാലയ അങ്കണത്തിൽ. ഉത്തരം ബി. ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത്. ചോദ്യം 42 അവൻ എവിടെ എന്ന ചോദ്യത്തിന് സൗഖ്യം പ്രാപിച്ച ജന്മന അന്ധനായ വ്യക്തിയുടെ മറുപടി എന്തായിരുന്നു? എ. ദേവാലയത്തിലുണ്ട്, ബി. സിനഗോഗിലുണ്ട്, സി. എനിക്ക് അറിഞ്ഞുകൂടാ, ഡി. ഗലീലിക്ക് തിരികെ പോയി. ഉത്തരം സി. എനിക്ക് അറിഞ്ഞുകൂടാ. ചോദ്യം 43 സൗഖ്യം പ്രാപിച്ച ജന്മന അന്ധനായ വ്യക്തിയെ ആരുടെ അടുത്തേക്കാണ് യഹൂദർ കൊണ്ടുപോയത്? എ. പുരോഹിത പ്രമുഖന്മാരുടെ, ബി. നിയമജ്ഞരുടെ, സി. ശിഷ്യന്മാരുടെ, ഡി. ഫരിസേയരുടെ. ഉത്തരം ഡി. ഫരിസേയരുടെ. ചോദ്യം 44 ജന്മന അന്ധനായ വ്യക്തിക്ക് യേശു സൗഖ്യം നൽകിയ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? എ. അന്ന് സാബത്തായിരുന്നു, ബി. അന്ന് പെസഹ തിരുനാൾ ആയിരുന്നു, സി. അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു, ഡി. അന്ന് കൂടാരത്തിരുന്നാൾ ആയിരുന്നു. ഉത്തരം
എ അന്ന് സാപത്തായിരുന്നു. ചോദ്യം 45. ഉറങ്ങുകയാണെങ്കിൽ ലാസറിന് എന്ത് സംഭവിക്കും എന്നാണ് ശിഷ്യന്മാർ പറയുന്നത്? എ ഉണരും, ബി ശക്തി പ്രാപിക്കും, സി ഉന്മേഷവാനാകും, ഡി സുഖം പ്രാപിക്കും. ഉത്തരം ഡി സുഖം പ്രാപിക്കും. ചോദ്യം 46. ലാസറിൻ്റെ മരണത്തെ ഒരു ഉറക്കമായി യേശു അവതരിപ്പിച്ചപ്പോൾ ശിഷ്യന്മാർ മനസ്സിലാക്കിയത് എപ്രകാരമാണ്? എ നിത്യതയുടെ വിശ്രമമെന്ന്, ബി അധ്വാനത്തിൻ്റെ വിശ്രമമെന്ന്, സി അവശതയുടെ വിശ്രമമെന്ന്, ഡി നിദ്രയുടെ വിശ്രമമെന്ന്. ഉത്തരം ഡി നിദ്രയുടെ വിശ്രമമെന്ന്. ചോദ്യം 47. ലാസറിനെ കൂടി കൊല്ലാൻ ആലോചിച്ചവർ ആരാണ്? എ യഹൂദർ, ബി പുരോഹിത പ്രമുഖന്മാർ, സി ഫരിസേയർ, ഡി നിയമജ്ഞർ. ഉത്തരം ബി പുരോഹിത പ്രമുഖന്മാർ. ചോദ്യം 48. അധ്യായവും വാക്യവും ഏത്? യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എ യോഹന്നാൻ 11:22, ബി യോഹന്നാൻ 11:15, സി യോഹന്നാൻ 11:25, ഡി യോഹന്നാൻ 11:35. ഉത്തരം സി യോഹന്നാൻ 11:25. ചോദ്യം 49. അധ്യായവും വാക്യവും എഴുതുക. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. എ യോഹന്നാൻ 10:12, ബി യോഹന്നാൻ 10:27, സി യോഹന്നാൻ 10:37, ഡി യോഹന്നാൻ 10:24. ഉത്തരം ബി യോഹന്നാൻ 10:27. ചോദ്യം 50. അധ്യായവും വാക്യവും എഴുതുക. വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. എ യോഹന്നാൻ 10:25, ബി യോഹന്നാൻ 10:15, സി യോഹന്നാൻ 10:38, ഡി യോഹന്നാൻ 10:35. ഉത്തരം ഡി യോഹന്നാൻ 10:35. ചോദ്യം 51. ചിലർ പറഞ്ഞു ഇവൻ തന്നെ, മറ്റു ചിലർ പറഞ്ഞു അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ. ഈ ചോദ്യങ്ങൾക്ക് സൗഖ്യം പ്രാപിച്ച അന്ധയാചകൻ്റെ മറുപടി എന്തായിരുന്നു? എ അത് ഞാനായിരുന്നു, ബി ഞാൻ തന്നെയായിരുന്നു, സി ഞാൻ തന്നെയാണ് ആ മനുഷ്യൻ, ഡി ഞാൻ തന്നെ. ഉത്തരം ഡി ഞാൻ തന്നെ. ചോദ്യം 52. തൻ്റെ കണ്ണുകൾ തുറന്നത് ആരെന്നാണ് സൗഖ്യം പ്രാപിച്ച ജന്മന അന്ധനായ വ്യക്തി സാക്ഷ്യപ്പെടുത്തുന്നത്? എ ദാവീദിൻ്റെ പുത്രനായ യേശു, ബി യേശു എന്നു പേരുള്ള മനുഷ്യൻ, സി അപരിചിതനായ ഒരു വ്യക്തി, ഡി ആരെന്ന് എനിക്ക് അറിയില്ല. ഉത്തരം ബി യേശു എന്നു പേരുള്ള മനുഷ്യൻ. ചോദ്യം 53. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. യോഹന്നാൻ 8:17. പഴയ നിയമത്തിൽ എവിടെയാണ് ഇത് എഴുതിയിരിക്കുന്നത്? എ നിയമാവർത്തനം 19:15, നിയമാവർത്തനം 17:6, ബി നിയമാവർത്തനം 19:15, നിയമാവർത്തനം 16:7, സി നിയമാവർത്തനം 15:19, നിയമാവർത്തനം 17:6, ഡി നിയമാവർത്തനം 19:15, നിയമാവർത്തനം 6:17. ഉത്തരം എ നിയമാവർത്തനം 19:15, നിയമാവർത്തനം 17:6. ചോദ്യം 54. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബെഥാനിയയിലേക്ക് ഏത് തിരുനാളിൻ്റെ 6 ദിവസം മുമ്പാണ് യേശു വന്നത്? എ കൂടാരത്തിരുന്നാൾ, ബി വിളവെടുപ്പ് തിരുനാൾ, സി പെസഹ തിരുനാൾ, ഡി പുരീം തിരുനാൾ. ഉത്തരം സി പെസഹ തിരുനാൾ. ചോദ്യം 55. ലാസർ രോഗിയായി എന്ന് കേട്ടിട്ടും താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ 2 ദിവസം കൂടി ചിലവഴിച്ചതിന് ശേഷം എവിടേക്ക് പോകാം എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? എ ബെഥാനിയയിലേക്ക്, ബി ജെറൂസലേമിലേക്ക്, സി ഗലീലിലേക്ക്, ഡി യൂദയായിലേക്ക്. ഉത്തരം ഡി യൂദയായിലേക്ക്.
ചോദ്യം 56. ഇടയൻ ആട്ടിൻതൊഴുത്തിലേക്ക് വരുമ്പോൾ എത്ര കാര്യങ്ങൾ സംഭവിക്കുന്നതായാണ് യോഹന്നാൻ 10:3 യേശു പറയുന്നത്? എ 2, ബി 3, സി 4, ഡി 5. ഉത്തരം സി 4. ചോദ്യം 57. ആട്ടിൻതൊഴുത്തിലേക്ക് വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആരെന്നാണ് യേശു പറയുന്നത്? എ ഉടമസ്ഥൻ, ബി ഇടയൻ, സി ദൈവം തിരഞ്ഞെടുത്തവൻ, ഡി സ്നേഹിതൻ. ഉത്തരം ബി ഇടയൻ. ചോദ്യം 58. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം ആരംഭിക്കുന്ന വാക്യമേത്? എ യേശു ഒലിവുമലയിലേക്ക് പോയി, ബി അവർ അവനോട് പറഞ്ഞു, സി അതിരാവിലെ അവൻ വീണ്ടും, ഡി നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഉത്തരം എ യേശു ഒലിവുമലയിലേക്ക് പോയി. ചോദ്യം 59. ജോർദാൻ്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വാക്യമേത്? എ യോഹന്നാൻ 4:22, ബി യോഹന്നാൻ 3:12, സി യോഹന്നാൻ 3:22, ഡി യോഹന്നാൻ 1:22. ഉത്തരം സി യോഹന്നാൻ 3:22. ചോദ്യം 60. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം എന്ത്? എ യേശുവിൻ്റെ വിജ്ഞാനം, ബി ഇവനാണോ ക്രിസ്തു, സി കൂടാരത്തിരുന്നാൾ, ഡി വേർപാടിനെക്കുറിച്ച്. ഉത്തരം സി കൂടാരത്തിരുന്നാൾ. ചോദ്യം 61. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയയിലേക്ക് പെസഹായ്ക്ക് എത്ര ദിവസം മുമ്പാണ് യേശു വന്നത്? എ 5 ദിവസം, ബി 6 ദിവസം, സി 7 ദിവസം, ഡി 9 ദിവസം. ഉത്തരം ബി 6 ദിവസം. ചോദ്യം 62. ലാസർ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ എത്ര ദിവസം കൂടി ചെലവഴിച്ചു? എ 1 ദിവസം, ബി 2 ദിവസം, സി 3 ദിവസം, ഡി 4 ദിവസം. ഉത്തരം ബി 2 ദിവസം. ചോദ്യം 63. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് എത്ര ശീർഷകങ്ങൾ ഉണ്ട്? എ 3, ബി 4, സി 5, ഡി 6. ഉത്തരം ഡി 6. ചോദ്യം 64. സീലോഹ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? എ സൗഖ്യം നൽകുന്ന ഇടം, ബി അയക്കപ്പെട്ടവൻ, സി ദൈവം വസിക്കുന്നിടം, ഡി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം. ഉത്തരം ബി അയക്കപ്പെട്ടവൻ. ചോദ്യം 65. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 48, ബി 54, സി 47, ഡി 53. ഉത്തരം ഡി 53. ചോദ്യം 66. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ അവസാന ശീർഷകം ഏത്? എ യഹൂദരുടെ അവിശ്വാസം, ബി രാജകീയ പ്രവേശനം, സി ഗ്രീക്കുകാർ യേശുവിനെ തേടുന്നു, ഡി മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. ഉത്തരം എ യഹൂദരുടെ അവിശ്വാസം. ചോദ്യം 67. ആട്ടിൻതൊഴുത്തിലേക്ക് വാതിലിലൂടെയല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ ആരെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ കള്ളനും കൊലപാതകിയും, ബി മോഷ്ടാവും കവർച്ചക്കാരനും, സി ദുഷ്ടനും കവർച്ചക്കാരനും, ഡി കള്ളനും കവർച്ചക്കാരനും. ഉത്തരം ഡി കള്ളനും കവർച്ചക്കാരനും. ചോദ്യം 68. തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി ജന്മന അന്ധനായ വ്യക്തിയുടെ കണ്ണുകളിൽ പൂശിയിട്ട് എന്താണ് യേശു ആ വ്യക്തിയോട് പറഞ്ഞത്? എ ഇപ്പോൾ എന്തു കാണുന്നു, ബി ഇനിമേൽ പാപം ചെയ്യരുത്, സി സീലോഹ കുളത്തിൽ കഴുകുക, ഡി ബത്സദ കുളത്തിൽ കഴുകുക. ഉത്തരം സി സീലോഹ കുളത്തിൽ കഴുകുക. ചോദ്യം 69. മറിയം യേശുവിൻ്റെ പാദങ്ങളിൽ പൂശിയ സുഗന്ധദ്രവ്യത്തിൻ്റെ പേര് എന്ത്? എ കുന്തിരിക്കം, ബി നാർദിൻ, സി മീറ, ഡി കുങ്കുമം. ഉത്തരം ബി നാർദിൻ. ചോദ്യം 70. യോഹന്നാൻ 12:4 യൂദാസ്കറിയാത്തായ്ക്ക് നൽകുന്ന വിശേഷണങ്ങൾ എന്തൊക്കെ? എ ശിഷ്യൻ ഒറ്റിക്കൊടുക്കാനിരുന്നവൻ,
ബി കള്ളൻ ഒറ്റിക്കൊടുക്കാനിരുന്നവൻ, സി ചതിയൻ ഒറ്റിക്കൊടുക്കാനിരുന്നവൻ, ഡി വഞ്ചകൻ ഒറ്റിക്കൊടുക്കാനിരുന്നവൻ. ഉത്തരം എ ശിഷ്യൻ ഒറ്റിക്കൊടുക്കാനിരുന്നവൻ. ചോദ്യം 71. യോഹന്നാൻ 11:11 മരണത്തെ എന്തിനോടാണ് യേശു ഉപമിക്കുന്നത്? എ നിത്യതയോട്, ബി വീണ്ടും ജനനത്തോട്, സി പുതിയ സൃഷ്ടിയോട്, ഡി ഉറക്കത്തോട്. ഉത്തരം ഡി ഉറക്കത്തോട്. ചോദ്യം 72. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ ആടുകൾ ആരിൽ നിന്ന് ഓടി അകലും എന്നാണ് യേശു പറയുന്നത്? എ അന്യരിൽ നിന്ന്, ബി അജ്ഞാതരിൽ നിന്ന്, സി കള്ളന്മാരിൽ നിന്ന്, ഡി അപരിചിതരിൽ നിന്ന്. ഉത്തരം ഡി അപരിചിതരിൽ നിന്ന്. ചോദ്യം 73. എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല, നിങ്ങൾക്കാകട്ടെ എപ്പോഴും എന്താണെന്നാണ് യേശു സഹോദരരോട് പറയുന്നത്? എ ആഹ്ലാദത്തിൻ്റെ സമയമാണല്ലോ, ബി അധ്വാനത്തിൻ്റെ സമയമാണല്ലോ, സി അനുകൂലമായ സമയമാണല്ലോ, ഡി എന്തും ചെയ്യാവുന്ന സമയമാണല്ലോ. ഉത്തരം സി അനുകൂലമായ സമയമാണല്ലോ. ചോദ്യം 74. എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല, യോഹന്നാൻ 7:8 ഏത് സമയത്തെക്കുറിച്ചാണ് യേശു ഇവിടെ പ്രസ്താവിക്കുന്നത്? എ സ്വയം വെളിപ്പെടുത്തുന്നതിനെക്കുറിച്ച്, ബി തൻ്റെ ശിഷ്യന്മാർ പ്രാപ്തരാകുന്നതിനെക്കുറിച്ച്, സി ദൈവരാജ്യ പ്രഘോഷണത്തെക്കുറിച്ച്, ഡി തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച്. ഉത്തരം ഡി തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച്. ചോദ്യം 75. മറിയം യേശുവിൻ്റെ പാദങ്ങളിൽ പൂശിയ സുഗന്ധദ്രവ്യത്തിന് 2 വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവ ഏതൊക്കെ? എ വിദേശവും ശുദ്ധവും, ബി വിലയേറിയതും ശുദ്ധവും, സി വിലയേറിയതും പരിശുദ്ധവും, ഡി വലിപ്പമേറിയതും ശുദ്ധവും. ഉത്തരം ബി വിലയേറിയതും ശുദ്ധവും. ചോദ്യം 76. രാത്രി നടക്കുന്നവൻ തട്ടി വീഴാനുള്ള കാരണം എന്തെന്നാണ് യേശു പറയുന്നത്? എ അന്ധകാരത്തിൽ നടക്കുന്നതിനാൽ, ബി വെളിച്ചമില്ലാത്തതിനാൽ, സി അവന് പ്രകാശമില്ല, ഡി അന്ധകാരത്തിൻ്റെ മക്കളായതിനാൽ. ഉത്തരം സി അവന് പ്രകാശമില്ല. ചോദ്യം 77. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. യോഹന്നാൻ 8:3 പഴയ നിയമത്തിൽ എവിടെയാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്? എ ലേവ്യർ 20:10, നിയമാവർത്തനം 22:22, നിയമാവർത്തനം 22:24, ബി ലേവ്യർ 20:10, നിയമാവർത്തനം 22:23, നിയമാവർത്തനം 22:22, സി ലേവ്യർ 20:10, നിയമാവർത്തനം 22:22, നിയമാവർത്തനം 22:23, ഡി ലേവ്യർ 20:10, നിയമാവർത്തനം 22:22, നിയമാവർത്തനം 23:22. ഉത്തരം സി ലേവ്യർ 20:10, നിയമാവർത്തനം 22:22, നിയമാവർത്തനം 22:23. ചോദ്യം 78. എന്ത് സമീപിച്ചിരുന്ന സമയത്താണ് നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക എന്ന് സഹോദരർ യേശുവിനോട് പറഞ്ഞത്? എ യഹൂദരുടെ കൂടാരത്തിരുന്നാൾ, ബി പെസഹ തിരുനാൾ, സി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, ഡി ദീപാരാധന തിരുനാൾ. ഉത്തരം എ യഹൂദരുടെ കൂടാരത്തിരുന്നാൾ. ചോദ്യം 79. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയുള്ളവരെ? എ മോശയുടെ നിയമം ലംഘിക്കുന്നവരെ, ബി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ, സി കൊലപാതകത്തിൽ പിടിക്കപ്പെട്ടവരെ, ഡി മോഷണത്തിൽ പിടിക്കപ്പെട്ടവരെ. ഉത്തരം ബി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ. ചോദ്യം 80. യോഹന്നാൻ 10:3 പ്രകാരം ഇടയൻ ആട്ടിൻതൊഴുത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കാത്ത കാര്യം ഏത്? എ ആടുകൾ അവൻ്റെ സ്വരം ശ്രവിക്കുന്നു, ബി ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു, സി ആടുകളെ എണ്ണി നോക്കുന്നു, ഡി ആടുകളെ പുറത്തേക്ക് നയിക്കുന്നു. ഉത്തരം സി ആടുകളെ എണ്ണി നോക്കുന്നു. ചോദ്യം 81 പൂരിപ്പിക്കുക. യേശു പ്രതിവചിച്ചു, പകലിന് ഡാഷ്, പകൽ നടക്കുന്നവൻ കാൽ തെറ്റി വീഴുന്നില്ല, ഈ ലോകത്തിൻ്റെ ഡാഷ് അവൻ കാണുന്നു. എ പ്രകാശമുണ്ടല്ലോ വഴികൾ, ബി 12 മണിക്കൂറിലെ പ്രകാശം, സി പ്രകാശമുണ്ടല്ലോ തിന്മ,
ഡി 12 മണിക്കൂറിലെ പാപം. ഉത്തരം ബി 12 മണിക്കൂറിലെ പ്രകാശം. ചോദ്യം 82. യോഹന്നാൻ 12:2 യേശുവിനോടുകൂടി ഭക്ഷണത്തിനിരുന്ന ഒരു വ്യക്തിയുടെ പേര് പ്രത്യേകം എടുത്തു പറയുന്നു. ആ വ്യക്തി ആര്? എ യൂദാസ് കറിയാത്ത, ബി നിക്കദേമോസ്, സി ലാസർ, ഡി മറിയം. ഉത്തരം സി ലാസർ. ചോദ്യം 83. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ആരാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തിയത്? എ പുരോഹിതരും ഫരിസേയരും, ബി നിയമജ്ഞരും പുരോഹിത പ്രമുഖരും, സി നിയമജ്ഞരും ഫരിസേയരും, ഡി സദുക്കായരും ഫരിസേയരും. ഉത്തരം സി നിയമജ്ഞരും ഫരിസേയരും. ചോദ്യം 84. സീലോഹ എന്ന വാക്ക് സുവിശേഷത്തിൽ മറ്റെവിടെയാണ് ഉപയോഗിക്കുന്നത്? എ ലൂക്ക 13:4, ബി ലൂക്ക 13:5, സി ലൂക്ക 14:4, ഡി ലൂക്ക 12:4. ഉത്തരം എ ലൂക്ക 13:4. ചോദ്യം 85. ഇടയൻ ആട്ടിൻതൊഴുത്തിലേക്ക് വരുമ്പോൾ എത്ര കാര്യങ്ങൾ സംഭവിക്കുന്നതായാണ് യോഹന്നാൻ 10:3 യേശു പറയുന്നത്? എ 2, ബി 3, സി 4, ഡി 5. ഉത്തരം സി 4. ചോദ്യം 86. യൂദയായിലെ യഹൂദർ എന്തിനു വേണ്ടിയാണ് യേശുവിനെ അന്വേഷിക്കുന്നത് എന്നാണ് യോഹന്നാൻ 11:8 ശിഷ്യന്മാർ പറയുന്നത്? എ യേശുവിനെ കല്ലെറിയാൻ, ബി യേശുവിനെ ബന്ധിക്കാൻ, സി യേശുവിനെ വിചാരണ ചെയ്യാൻ, ഡി യേശുവിനെ കാണാൻ. ഉത്തരം എ യേശുവിനെ കല്ലെറിയാൻ. ചോദ്യം 87. മരിച്ചവരിൽ നിന്ന് താൻ ഉയിർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന എവിടേക്കാണ് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നത്? എ ബെത്ലഹേമിലേക്ക്, ബി നസ്രത്തിലേക്ക്, സി കഫർനാമിലേക്ക്, ഡി ബെഥാനിയയിലേക്ക്. ഉത്തരം ഡി ബെഥാനിയയിലേക്ക്. ചോദ്യം 88. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. യോഹന്നാൻ 7:24. ഇതിന് സമാനമായ വാക്യം ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എവിടെയാണുള്ളത്? എ ഏശയ്യ 11:3, ബി ഏശയ്യ 14:3, സി ഏശയ്യ 11:8, ഡി ഏശയ്യ 21:3. ഉത്തരം എ ഏശയ്യ 11:3. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും, കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നതുകൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ചോദ്യം 89. ഫരിസേയരുടെ വിധിയുടെ പ്രത്യേകത എന്തെന്നാണ് യേശു യോഹന്നാൻ 8:15 പറയുന്നത്? എ വിധിയിൽ സത്യമില്ല, ബി വിധി മാനുഷികമാണ്, സി വിധി ദൈവികമല്ല, ഡി വിധി നിയമാനുസൃതമല്ല. ഉത്തരം ബി വിധി മാനുഷികമാണ്. ചോദ്യം 90. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ ഡാഷ് നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ഡാഷ് കഴിയാത്ത രാത്രി വരുന്നു. എ പ്രകാശമുള്ളപ്പോൾ ജോലി ചെയ്യാൻ, ബി പകലായിരിക്കുവോളം വേല ചെയ്യാൻ, സി പകലായിരിക്കുവോളം ജോലി ചെയ്യാൻ, ഡി എല്ലായ്പ്പോഴും ജോലി ചെയ്യാൻ. ഉത്തരം സി പകലായിരിക്കുവോളം ജോലി ചെയ്യാൻ. ചോദ്യം 91. ആര് രോഗിയായിരിക്കുന്നു എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മർത്തായും മറിയവും യേശുവിൻ്റെ പക്കലേക്ക് ആളയച്ചത്? എ അങ്ങയുടെ സ്നേഹിതൻ, ബി ഞങ്ങളുടെ സഹോദരൻ, സി അങ്ങ് സ്നേഹിക്കുന്നവൻ, ഡി ബെഥാനിയയിലുള്ള ലാസർ. ഉത്തരം സി അങ്ങ് സ്നേഹിക്കുന്നവൻ. ചോദ്യം 92. താൻ ആരെന്നാണ് യോഹന്നാൻ 10:14 യേശു പ്രഖ്യാപിക്കുന്നത്? എ ആടുകളുടെ വാതിൽ, ബി നല്ല ഇടയനാണ്, സി ലോകത്തിൻ്റെ പ്രകാശം, ഡി ജീവൻ്റെ അപ്പം. ഉത്തരം ബി നല്ല ഇടയനാണ്. ചോദ്യം 93. പൂരിപ്പിക്കുക. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവനോടൊപ്പമുണ്ടായിരുന്ന ഡാഷ് അവന് സാക്ഷ്യം നൽകിയിരുന്നു? എ ശിഷ്യന്മാർ, ബി സദുക്കായർ, സി ജനക്കൂട്ടം, ഡി സ്ത്രീകൾ. ഉത്തരം സി ജനക്കൂട്ടം. ചോദ്യം 94. യോഹന്നാൻ 11:1
3 വ്യക്തികളുടെ പേരുകൾ പറയുന്നുണ്ട്. ആരൊക്കെയാണ് അവർ? എ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ബി. മറിയം, യോവന്ന, മർത്ത. സി. ലാസർ, മറിയം, മർത്ത. ഡി. പീലിപ്പോസ്, നഥാനിയേൽ, യോഹന്നാൻ. ഉത്തരം സി. ലാസർ, മറിയം, മർത്ത. ചോദ്യം 95. ശിഷ്യന്മാർക്ക് എപ്പോഴാണ് ജെറുസലേമിലേക്ക് കഴുതക്കുട്ടിയുടെ പുറത്ത് യേശു എഴുന്നള്ളിയതിൻ്റെ കാരണം മനസ്സിലായത്? എ. യേശുവിനോട് ചോദിച്ചപ്പോൾ. ബി. ചർച്ചകൾക്കൊടുവിൽ. സി. വചനം വായിച്ചപ്പോൾ. ഡി. യേശു മഹത്വം പ്രാപിച്ചപ്പോൾ. ഉത്തരം ഡി. യേശു മഹത്വം പ്രാപിച്ചപ്പോൾ. ചോദ്യം 96. എന്തിനൊക്കെ വേണ്ടിയാണ് കള്ളൻ വരുന്നത് എന്നാണ് യേശു പറയുന്നത്? എ. മോഷ്ടിക്കാനും കൊല്ലാനും. ബി. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. സി. മോഷ്ടിക്കാനും നശിപ്പിക്കാനും. ഡി. മോഷ്ടിക്കാനും കൊല്ലാനും തകർക്കാനും. ഉത്തരം ബി. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും. ചോദ്യം 97. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. അവൻ ആര്? എ. ലാസർ. ബി. ബർത്തിമിയോസ്. സി. സൗഖ്യം പ്രാപിച്ച തളർവാദ രോഗി. ഡി. സൗഖ്യം പ്രാപിച്ച ജന്മന അന്ധനായവൻ. ഉത്തരം എ. ലാസർ. ചോദ്യം 98. പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ എപ്രകാരം വിധിക്കാനാണ് യേശു യഹൂദരോട് കൽപ്പിക്കുന്നത്? എ. സത്യസന്ധമായി വിധിക്കുവിൻ. ബി. പക്ഷപാതം കാണിക്കാതെ വിധിക്കുവിൻ. സി. ശരിയായി വിധിക്കുവിൻ. ഡി. നീതിയായി വിധിക്കുവിൻ. ഉത്തരം ഡി. നീതിയായി വിധിക്കുവിൻ. ചോദ്യം 99. നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യോഹന്നാൻ 8:13. ഇത് ആരുടെ വാക്കുകൾ? എ. ഫരിസേയരുടെ. ബി. നിയമജ്ഞരുടെ. സി. യഹൂദരുടെ. ഡി. സദുക്കായരുടെ. ഉത്തരം എ. ഫരിസേയരുടെ. ചോദ്യം 100. ജന്മന അന്ധനായ വ്യക്തിയെ കാണുമ്പോൾ തങ്ങളുടെ സംശയം ചോദിക്കാനായി ശിഷ്യന്മാർ യേശുവിനെ അഭിസംബോധന ചെയ്ത വാക്ക് ഏത്? എ. ഗുരോ. ബി. റബ്ബി. സി. കർത്താവേ. ഡി. ദാവീദിൻ്റെ പുത്ര. ഉത്തരം ബി. റബ്ബി. ചോദ്യം 101. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 39. ബി. 40. സി. 41. ഡി. 42. ഉത്തരം സി. 41. ചോദ്യം 102. ലാസറിൻ്റെ സഹോദരിയായ മറിയം എന്തുപയോഗിച്ചാണ് കർത്താവിനെ പൂശിയത്? എ. ജലം കൊണ്ട്. ബി. സുഗന്ധ തൈലം കൊണ്ട്. സി. ഒലിവ് തൈലം കൊണ്ട്. ഡി. കുന്തിരിക്കം കൊണ്ട്. ഉത്തരം ബി. സുഗന്ധ തൈലം കൊണ്ട്. ചോദ്യം 103. ലാസറിൻ്റെ സഹോദരിയായ മറിയം എന്തുപയോഗിച്ചാണ് യേശുവിൻ്റെ പാദങ്ങൾ തുടച്ചത്? എ. തലമുടി കൊണ്ട്. ബി. ശിരോവസ്ത്രം കൊണ്ട്. സി. തുവാല കൊണ്ട്. ഡി. മേൽവസ്ത്രം കൊണ്ട്. ഉത്തരം എ. തലമുടി കൊണ്ട്. ചോദ്യം 104. അവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. പഴയ നിയമത്തിൽ എവിടെയാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്? എ. സങ്കീർത്തനങ്ങൾ 118, 25, 26. ബി. സങ്കീർത്തനങ്ങൾ 119, 25, 26. സി. സങ്കീർത്തനങ്ങൾ 118, 35, 36. ഡി. ഏശയ്യ 25, 26. ഉത്തരം എ. സങ്കീർത്തനങ്ങൾ 118, 25, 26. ചോദ്യം 105. തനിക്ക് മുമ്പേ വന്നവർ ആരായിരുന്നു എന്നാണ് യോഹന്നാൻ 10:8 യേശു പ്രഖ്യാപിക്കുന്നത്? എ. കള്ളന്മാരും കവർച്ചക്കാരും. ബി. മോഷ്ടാക്കളും കൊലപാതകികളും. സി. സ്വമേധയാ വന്നവർ. ഡി. കള്ളന്മാരും കൊലപാതകികളും. ഉത്തരം എ. കള്ളന്മാരും കവർച്ചക്കാരും. ചോദ്യം 106. തൻ്റെ അറിവിൻ്റെ ഉറവിടം എന്തെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ. പ്രാർത്ഥന. ബി. വിശുദ്ധ ജീവിതം. സി. തന്നെ അയച്ച പിതാവ്. ഡി. കഠിന പ്രയത്നം. ഉത്തരം സി. തന്നെ അയച്ച പിതാവ്.
ചോദ്യം 107. എനിക്ക് അവിടുത്തെ അറിയാം, എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്നു വരുന്നു, അവിടുന്നാണ് എന്നെ അയച്ചത്. യോഹന്നാൻ 7:29. ആരെപ്പറ്റിയാണ് യേശു ഇത് പറയുന്നത്? എ. പിതാവായ ദൈവത്തെ, ബി. അബ്രാഹത്തെ, സി. മോശയെ, ഡി. ദാവീദിനെ. ഉത്തരം എ. പിതാവായ ദൈവത്തെ. ചോദ്യം 108. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ആദ്യം കല്ലെറിയേണ്ടത് ആരെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ. നിങ്ങളിൽ നിയമം പാലിക്കുന്നവർ, ബി. നിങ്ങളിൽ പ്രായം കൂടിയ ആൾ, സി. നിങ്ങളിൽ ദൃക്സാക്ഷികളായവർ, ഡി. നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ. ഉത്തരം ഡി. നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ. ചോദ്യം 109. യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പ്രസ്താവിക്കുന്ന പഴയ നിയമവാക്യമേത്? എ. ഏശയ്യ 46:6, ബി. ഏശയ്യ 39:6, സി. ഏശയ്യ 46:9, ഡി. ഏശയ്യ 49:6. ഉത്തരം ഡി. ഏശയ്യ 49:6. ചോദ്യം 110. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന് എത്ര ശീർഷകങ്ങൾ ഉണ്ട്? എ. 3, ബി. 4, സി. 5, ഡി. 6. ഉത്തരം സി. 5. ചോദ്യം 111. ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബഥാനിയയിൽ നിന്നുള്ളവനായിരുന്നു. ഇവൻ ആര്? എ. നഥാനിയേൽ, ബി. ലാസർ, സി. യോഹന്നാൻ, ഡി. നിക്കോദേമോസ്. ഉത്തരം ബി. ലാസർ. ചോദ്യം 112. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശുവിനോട് പറഞ്ഞ ഏക മറുപടി എന്താണ്? എ. ഇല്ല കർത്താവേ, ബി. എൻ്റെ കർത്താവേ, സി. എൻ്റെ ദൈവമേ, ഡി. ഇല്ല, അവർ പോയി. ഉത്തരം എ. ഇല്ല കർത്താവേ. ചോദ്യം 113. എന്തുകൊണ്ടാണ് ആളുകൾ യേശുവിനെപ്പറ്റി പരസ്യമായി ഒന്നും സംസാരിക്കാതിരുന്നത്? എ. യഹൂദരെ ഭയന്ന്, ബി. ഫരിസേയരെ ഭയന്ന്, സി. നിയമജ്ഞരെ ഭയന്ന്, ഡി. പുരോഹിതരെ ഭയന്ന്. ഉത്തരം എ. യഹൂദരെ ഭയന്ന്. ചോദ്യം 114. സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? എ. സങ്കീർത്തനങ്ങൾ 9:9, ഏശയ്യ 9:9, സി. സക്കറിയ 9:9, ഡി. ജെറമിയ 9:9. ഉത്തരം സക്കറിയ 9:9. ചോദ്യം 115. ലാസർ താമസിച്ചിരുന്നത് എവിടെയായിരുന്നു? എ. ഗലീലിയിൽ, ബി. കഫർനാമിൽ, സി. ജെറുസലേമിൽ, ഡി. ബഥാനിയായിൽ. ഉത്തരം ഡി. ബഥാനിയായിൽ. ചോദ്യം 116. ആരാണ് ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ലെന്നും അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും എന്ന് യേശു അരുളി ചെയ്തത്? എ. മോശയുടെ നിയമം പാലിക്കുന്നവർ, ബി. സത്യത്തിൽ ജീവിക്കുന്നവൻ, സി. വിശുദ്ധിയിൽ ജീവിക്കുന്നവർ, ഡി. എന്നെ അനുഗമിക്കുന്നവൻ. ഉത്തരം ഡി. എന്നെ അനുഗമിക്കുന്നവൻ. ചോദ്യം 117. ലോകത്തിലായിരിക്കുമ്പോൾ താൻ എന്താണെന്നാണ് യോഹന്നാൻ 9:5 യേശു പ്രഖ്യാപിക്കുന്നത്? എ. ഭൂമിയുടെ ഉപ്പ്, ബി. ജീവൻ്റെ അപ്പം, സി. ലോകത്തിൻ്റെ പ്രകാശം, ഡി. പിതാവിങ്കിലേക്കുള്ള വഴി. ഉത്തരം സി. ലോകത്തിൻ്റെ പ്രകാശമാണ്. ചോദ്യം 118. തുപ്പൽ ഉപയോഗിച്ച് യേശു സൗഖ്യം കൊടുക്കുന്ന സംഭവം സുവിശേഷത്തിൽ മറ്റെവിടെയാണുള്ളത്? എ. മർക്കോസ് 7:33, മർക്കോസ് 8:23, ബി. ലൂക്ക 7:33, മർക്കോസ് 8:23, സി. മർക്കോസ് 7:33, യോഹന്നാൻ 8:23, ഡി. മത്തായി 7:33, മർക്കോസ് 8:23. ഉത്തരം എ. മർക്കോസ് 7:33, മർക്കോസ് 8:23. ചോദ്യം 119. ഏത് പൂർവ്വപിതാവിനാണ് ദൈവം പരിച്ഛേദന നിയമം നൽകിയത്? എ. അബ്രാഹത്തിന്, ബി. യാക്കോബിന്, സി. ദാവീദിന്, ഡി. ഇസഹാക്കിന്. ഉത്തരം എ. അബ്രാഹത്തിന്. ചോദ്യം 120. ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? എ. ആരാധിക്കുന്നു,
ബി ഞങ്ങളെ രക്ഷിക്കണമേ, സി രാജാവിന് സ്വാഗതം, ഡി വിമോചകനായ ദൈവമേ. ഉത്തരം ബി ഞങ്ങളെ രക്ഷിക്കണമേ. ചോദ്യം 121. ഒരു വ്യക്തി അന്ധനായി ജനിക്കാനുള്ള മൂലകാരണം എന്തെന്നാണ് ശിഷ്യന്മാർ വിശ്വസിച്ചിരുന്നത്? എ പാപം, ബി ഒരുവൻ്റെ പ്രവൃത്തി, സി ദൈവശാപം, ഡി ദൈവകോപം. ഉത്തരം എ പാപം. ചോദ്യം 122. നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ യോഹന്നാൻ 8:28 എന്ന വചനത്തിലൂടെ യേശു എന്താണ് അർത്ഥമാക്കുന്നത്? എ തൻ്റെ സ്ഥാനാരോഹണം, ബി തൻ്റെ രാജത്വം, സി തൻ്റെ മഹത്വം, ഡി തൻ്റെ കുരിശുമരണം. ഉത്തരം ഡി തൻ്റെ കുരിശുമരണം. ചോദ്യം 123. അധ്യായവും വാക്യവും ഏത്? സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്, അവനിൽ അനീതിയില്ല. എ യോഹന്നാൻ 7:11, ബി യോഹന്നാൻ 7:18, സി യോഹന്നാൻ 7:13, ഡി യോഹന്നാൻ 7:14. ഉത്തരം ബി യോഹന്നാൻ 7:18. ചോദ്യം 124. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ ആരാണ് ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നത്? എ വേലക്കാരൻ, ബി ജോലിക്കാരൻ, സി ഇടയൻ, ഡി കൂലിക്കാരൻ. ഉത്തരം ഡി കൂലിക്കാരൻ. ചോദ്യം 125. സമാനവാക്യം ഏത്? യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. എ യോഹന്നാൻ 14:5, ബി യോഹന്നാൻ 4:16, സി യോഹന്നാൻ 5:14, ഡി യോഹന്നാൻ 5:24. ഉത്തരം സി യോഹന്നാൻ 5:14. ചോദ്യം 126. ഇടയനെയും ആടുകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമ ഗ്രന്ഥഭാഗമേത്? എ ജെറമിയ 23, എസെക്കിയേൽ 34, ബി ജെറമിയ 24, എസെക്കിയേൽ 34, സി ജെറമിയ 23, എസെക്കിയേൽ 44, ഡി ജെറമിയ 33, എസെക്കിയേൽ 34. ഉത്തരം എ ജെറമിയ 23, എസെക്കിയേൽ 34. ചോദ്യം 127. യോഹന്നാൻ 11:5 യേശു സ്നേഹിച്ചിരുന്ന 3 വ്യക്തികളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ പേര് പറയാത്ത വ്യക്തി ആരാണ്? എ മർത്ത, ബി ലാസർ, സി യോഹന്നാൻ, ഡി മറിയം. ഉത്തരം ഡി മറിയം. ചോദ്യം 128. ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല, എന്നാൽ ആര് എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നാണ് യോഹന്നാൻ 12:8 യേശു അരുളി ചെയ്യുന്നത്? എ ശിഷ്യർ, ബി പരിശുദ്ധാത്മാവ്, സി പിതാവ്, ഡി ദരിദ്രർ. ഉത്തരം ഡി ദരിദ്രർ. ചോദ്യം 129. അവൻ അവിടെയുണ്ടെന്നറിഞ്ഞ് വലിയ ഒരു ഗണം യഹൂദർ അവിടേക്ക് വന്നു. എവിടേക്ക്? എ ദേവാലയത്തിലേക്ക്, ബി സിനഗോഗിലേക്ക്, സി ലാസറിൻ്റെ ഭവനത്തിലേക്ക്, ഡി യേശുവിൻ്റെ ഭവനത്തിലേക്ക്. ഉത്തരം സി ലാസറിൻ്റെ ഭവനത്തിലേക്ക്. ചോദ്യം 130. തിരുനാളിന് വന്നുകൂടിയ ജനക്കൂട്ടം എന്ത് എടുത്തുകൊണ്ടാണ് യേശുവിനെ എതിരേൽക്കാൻ പുറപ്പെട്ടത്? എ ഒലിവ് ചില്ലകൾ, ബി ഈന്തപ്പനയുടെ കൈകൾ, സി സ്വന്തം വസ്ത്രങ്ങൾ, ഡി ബലിവസ്തുക്കൾ. ഉത്തരം ബി ഈന്തപ്പനയുടെ കൈകൾ. ചോദ്യം 131. ലാസറിൻ്റെ മരണത്തെ നിദ്രയുടെ വിശ്രമമെന്ന് തെറ്റിദ്ധരിച്ച ശിഷ്യന്മാരോട് യേശു വ്യക്തമായി പറഞ്ഞതെന്ത്? എ ലാസർ ഉയർത്തെഴുന്നേൽക്കും, ബി ലാസർ മരിച്ചുപോയി, സി ലാസർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഡി ലാസർ സൗഖ്യം പ്രാപിക്കും. ഉത്തരം ബി ലാസർ മരിച്ചുപോയി. ചോദ്യം 132. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ എന്തു ചെയ്യുന്നു എന്നാണ് യേശു പറയുന്നത്? എ ദുഃഖിക്കുന്നു, ബി സന്തോഷിക്കുന്നു, സി ആഹ്ലാദിക്കുന്നു, ഡി ആശ്വസിക്കുന്നു. ഉത്തരം ബി സന്തോഷിക്കുന്നു. ചോദ്യം 133. കൂടാരത്തിരുന്നാൾ പകുതിയായപ്പോൾ യേശു എവിടെ ചെന്നാണ് ജനങ്ങളെ പഠിപ്പിച്ചു തുടങ്ങിയത്? എ ദേവാലയത്തിൽ, ബി സിനഗോഗിൽ, സി മലമുകളിൽ, ഡി ദേവാലയ അങ്കണത്തിൽ.
ഉത്തരം എ. ദേവാലയത്തിൽ. ചോദ്യം 134. യേശുവിൻ്റെ ശിഷ്യനായ തോമസിൻ്റെ മറ്റൊരു പേരെന്ത്? എ. ബർത്തലോമിയോ, ബി. നഥാനിയേൽ, സി. ദീദിമോസ്, ഇ. തദ്ദേവൂസ്. ഉത്തരം സി. ദീദിമോസ്. ചോദ്യം 135. എപ്രകാരം സംസാരിക്കുന്നവനാണ് സ്വന്തം മഹത്വം അന്വേഷിക്കുന്നത് എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ. അഹങ്കാരത്തോടെ സംസാരിക്കുന്നവൻ, ബി. സ്വമേധയാ സംസാരിക്കുന്നവൻ, സി. അംഗീകാരത്തിനായി സംസാരിക്കുന്നവൻ, ഡി. അധികാരത്തിനായി സംസാരിക്കുന്നവൻ. ഉത്തരം ബി. സ്വമേധയാ സംസാരിക്കുന്നവൻ. ചോദ്യം 136. തന്നെ അയച്ചവൻ്റെ മാത്രം മഹത്വം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നാണ് യേശു പറയുന്നത്? എ. വിശ്വസ്തനാണ്, അവനിൽ അനീതിയില്ല. ബി. സത്യവാനാണ്, അവനിൽ അസത്യമില്ല. സി. നീതിമാനാണ്, അവനിൽ അനീതിയില്ല. ഡി. സത്യവാനാണ്, അവനിൽ അനീതിയില്ല. ഉത്തരം ഡി. സത്യവാനാണ്, അവനിൽ അനീതിയില്ല. ചോദ്യം 137. ഇത് ആരുടെ വാക്കുകൾ? ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? എ. യഹൂദരുടെ, ബി. ജെറുസലേം നിവാസികളിൽ ചിലരുടെ, സി. ഫരിസേയരുടെ, ഡി. സദുക്കായരുടെ. ഉത്തരം ബി. ജെറുസലേം നിവാസികളിൽ ചിലരുടെ. ചോദ്യം 138. യേശുവിനെ ബന്ധിക്കാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് യഹൂദർക്ക് അവനെ പിടിക്കാൻ കഴിയാതിരുന്നത്? എ. അവനെ തിരിച്ചറിയാൻ സാധിക്കാതിരുന്നതുകൊണ്ട്, ബി. അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല, സി. ജനക്കൂട്ടത്തെ ഭയന്നിട്ട്, ഡി. അവൻ അപ്രത്യക്ഷനായതുകൊണ്ട്. ഉത്തരം ബി. അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. ചോദ്യം 139. അധ്യായവും വാക്യവും ഏത്? ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാളധികം മനുഷ്യരുടെ പ്രശംസ അവർ അഭിലഷിച്ചു. എ. യോഹന്നാൻ 12:13, ബി. യോഹന്നാൻ 12:23, സി. യോഹന്നാൻ 12:33, ഡി. യോഹന്നാൻ 12:43. ഉത്തരം ഡി. യോഹന്നാൻ 12:43. ചോദ്യം 140. യേശു പറഞ്ഞു, അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, അതിനുശേഷം താൻ എവിടേക്ക് പോകും എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ. ഗലീലിയിലേക്ക്, ബി. കഫർനാമിലേക്ക്, സി. സ്വന്തം ഭവനത്തിലേക്ക്, ഡി. എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക്. ഉത്തരം ഡി. എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക്. ചോദ്യം 141. അധ്യായവും വാക്യവും ഏത്? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എ. യോഹന്നാൻ 7:28, ബി. യോഹന്നാൻ 7:38, സി. യോഹന്നാൻ 7:18, ഡി. യോഹന്നാൻ 7:33. ഉത്തരം ബി. യോഹന്നാൻ 7:38. ചോദ്യം 142. പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. യോഹന്നാൻ 8:27. ഇവിടെ പ്രസ്താവിക്കുന്ന അവൻ ആര്? അവർ ആര്? എ. യേശു യഹൂദർ, ബി. യേശു ഫരിസേയർ, സി. യേശു നിയമജ്ഞർ, ഡി. യോഹന്നാൻ യഹൂദർ. ഉത്തരം എ. യേശു യഹൂദർ. ചോദ്യം 143. എന്തിനുള്ള സമയമായിരിക്കുന്നു എന്നാണ് യേശു ഗ്രീക്കുകാരോട് പറയുന്നത്? എ. മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാനുള്ള, ബി. ദൈവപുത്രൻ മഹത്വപ്പെടാനുള്ള, സി. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടാനുള്ള, ഡി. മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള. ഉത്തരം ഡി. മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള. ചോദ്യം 144. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതിന് എന്ത് സംഭവിക്കും എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? എ. അത് അങ്ങനെ തന്നെ ഇരിക്കും, ബി. അത് ഉണങ്ങിപ്പോകും, സി. അത് അതേപടി ഇരിക്കും, ഡി. അത് നശിച്ചു പോകും. ഉത്തരം സി. അത് അതേപടി ഇരിക്കും. ചോദ്യം 145. ആരുടെ സാക്ഷ്യം ലഭിച്ചതിന് ശേഷമാണ് അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും യഹൂദർ വിശ്വസിച്ചത്? എ. അവൻ്റെ അയൽക്കാരുടെ, ബി. ശിഷ്യന്മാരുടെ, സി. അവൻ്റെ മാതാപിതാക്കന്മാരുടെ, ഡി. അവൻ്റെ മുൻ പരിചയക്കാരുടെ. ഉത്തരം സി. അവൻ്റെ മാതാപിതാക്കന്മാരുടെ. ചോദ്യം 146.
ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നെങ്കിൽ അതിന് എന്ത് സംഭവിക്കും എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? എ. ഒരു ചെടിയായി വളരും. ബി. വളരെ ഫലം പുറപ്പെടുവിക്കും. സി. കതിരുകൾ പുറപ്പെടുവിക്കും. ഡി. അനേകർക്ക് ഭക്ഷണമായി തീരും. ഉത്തരം ബി. വളരെ ഫലം പുറപ്പെടുവിക്കും. ചോദ്യം 147. ആരാണ് മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നത്? എ. ശിഷ്യന്മാർ. ബി. സ്നേഹിതർ. സി. യേശു. ഡി. അനേകം യഹൂദർ. ഉത്തരം ഡി. അനേകം യഹൂദർ. ചോദ്യം 148. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം എന്താണ് ചെയ്തത്? എ. വീട്ടിൽ തന്നെ ഇരുന്നു. ബി. സ്വീകരിക്കാൻ ഒരുങ്ങി. സി. വീട്ടുജോലികളിൽ മുഴുകി. ഡി. നിർവികാരയായിരുന്നു. ഉത്തരം എ. വീട്ടിൽ തന്നെ ഇരുന്നു. ചോദ്യം 149. അധ്യായവും വാക്യവും ഏത്? യേശു പറഞ്ഞു, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല, നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ. എ. യോഹന്നാൻ 7:7. ബി. യോഹന്നാൻ 7:16. സി. യോഹന്നാൻ 7:9. ഡി. യോഹന്നാൻ 7:6. ഉത്തരം ഡി. യോഹന്നാൻ 7:6. ചോദ്യം 150. ആര് ആരോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെയുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു? എ. മറിയം യേശുവിനോട്. ബി. യൂദാസ് യേശുവിനോട്. സി. മർത്ത യേശുവിനോട്. ഡി. തോമസ് യേശുവിനോട്. ഉത്തരം സി. മർത്ത യേശുവിനോട്. ചോദ്യം 151. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ആര് നിനക്ക് തരും എന്നാണ് മർത്ത യേശുവിനോട് പറയുന്നത്? എ. കർത്താവ്. ബി. ദൈവം. സി. സർവശക്തൻ. ഡി. പിതാവ്. ഉത്തരം ബി. ദൈവം. ചോദ്യം 152. അധ്യായവും വാക്യവും ഏത്? ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. എ. യോഹന്നാൻ 9:33. ബി. യോഹന്നാൻ 9:21. സി. യോഹന്നാൻ 9:11. ഡി. യോഹന്നാൻ 9:31. ഉത്തരം ഡി. യോഹന്നാൻ 9:31. ചോദ്യം 153. യേശുവിനെ കാണണം എന്ന ഗ്രീക്കുകാരുടെ ആഗ്രഹത്തെ യേശുവിനെ അറിയിച്ചത് ആരാണ്? എ. അന്ത്രയോസും പീലിപ്പോസും. ബി. പത്രോസും പീലിപ്പോസും. സി. അന്ത്രയോസും യോഹന്നാനും. ഡി. അന്ത്രയോസും പത്രോസും. ഉത്തരം എ. അന്ത്രയോസും പീലിപ്പോസും. ചോദ്യം 154. അധ്യായവും വാക്യവും ഏത്? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. എ. യോഹന്നാൻ 8:44. ബി. യോഹന്നാൻ 8:24. സി. യോഹന്നാൻ 8:34. ഡി. യോഹന്നാൻ 8:43. ഉത്തരം സി. യോഹന്നാൻ 8:34. ചോദ്യം 155. കൂടാരത്തിരുന്നാളിൻ്റെ ഏത് ദിവസത്തിലാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് യേശു പ്രഖ്യാപിക്കുന്നത്? എ. കൂടാരത്തിരുന്നാൾ പകുതിയായപ്പോൾ. ബി. കൂടാരത്തിരുന്നാൾ ആരംഭിച്ചപ്പോൾ. സി. കൂടാരത്തിരുന്നാൾ കർമ്മങ്ങൾക്കിടയിൽ. ഡി. അവസാനത്തെ മഹാദിനത്തിൽ. ഉത്തരം ഡി. അവസാനത്തെ മഹാദിനത്തിൽ. ചോദ്യം 156. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ എന്ത് സംഭവിക്കും എന്നാണ് യേശു കൂടാരത്തിരുന്നാളിൻ്റെ മഹാദിനത്തിൽ പ്രഖ്യാപിക്കുന്നത്? എ. കാരുണ്യത്തിൻ്റെ അരുവികൾ ഒഴുകും. ബി. ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. സി. നിത്യജീവൻ്റെ അരുവികൾ ഒഴുകും. ഡി. സ്നേഹത്തിൻ്റെ അരുവികൾ ഒഴുകും. ഉത്തരം ബി. ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ചോദ്യം 157. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. യോഹന്നാൻ 7:38. വിശുദ്ധ ലിഖിതത്തിൽ എവിടെയാണ് ഈ പ്രസ്താവന ഉള്ളത്? എ. ഏശയ്യ 44:3. ഏശയ്യ 55:1. സുഭാഷിതങ്ങൾ 58:11. സുഭാഷിതങ്ങൾ 18:4. ബി. സുഭാഷിതങ്ങൾ 44:3. സുഭാഷിതങ്ങൾ 55:1.
സുഭാഷിതങ്ങൾ 58:11, ഏഷ്യ 18:4, സി ഏഷ്യ 44:3, ഏഷ്യ 55:1, ഏഷ്യ 18:11, സുഭാഷിതങ്ങൾ 58:4, ഡി ഏഷ്യ 44:3, ഏഷ്യ 55:1, ഏഷ്യ 58:11, സുഭാഷിതങ്ങൾ 18:4. ഉത്തരം ഡി ഏഷ്യ 44:3, ഏഷ്യ 55:1, ഏഷ്യ 58:11, സുഭാഷിതങ്ങൾ 18:4. ചോദ്യം 158. അധ്യായവും വാക്യവും ഏത്? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. എ യോഹന്നാൻ 5:8, ബി യോഹന്നാൻ 8:15, സി യോഹന്നാൻ 8:41, ഡി യോഹന്നാൻ 8:51. ഉത്തരം ഡി യോഹന്നാൻ 8:51. ചോദ്യം 159. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. യോഹന്നാൻ 7:39. ഇതിനുള്ള കാരണം എന്തെന്നാണ് സുവിശേഷകൻ പറയുന്നത്? എ ജനത്തിൻ്റെ വിശ്വാസക്കുറവ്, ബി വിശുദ്ധിയില്ലാത്ത ജനമായതിനാൽ, സി യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല, ഡി മോശയുടെ നിയമം നിലവിലുള്ളതിനാൽ. ഉത്തരം സി യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ചോദ്യം 160. ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബെത്ലഹേമിൽ നിന്ന് അവൻ വരുന്നുവെന്നല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്? യോഹന്നാൻ 7:42. ഈ പ്രവചനം പഴയ നിയമത്തിൽ എവിടെയാണുള്ളത്? എ ജെറമിയ 5:2, ബി സക്രിയ 5:2, സി ഏശയ്യ 5:2, ഡി മിക്ക 5:2. ഉത്തരം ഡി മിക്ക 5:2. ചോദ്യം 161. എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ന് സേവകന്മാരോട് ചോദിച്ചത് ആരാണ്? എ ജനപ്രമാണികളും ഫരിസേയരും, ബി പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും, സി പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും, ഡി പുരോഹിത പ്രമുഖന്മാരും യഹൂദരും. ഉത്തരം സി പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ചോദ്യം 162. മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ നിക്കദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു. യോഹന്നാൻ 7:50. മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയ സംഭവം സുവിശേഷത്തിൽ എവിടെയാണുള്ളത്? എ യോഹന്നാൻ 2:1-2, ബി യോഹന്നാൻ 3:3-4, സി യോഹന്നാൻ 4:1-2, ഡി യോഹന്നാൻ 3:1-2. ഉത്തരം ഡി യോഹന്നാൻ 3:1-2. ചോദ്യം 163. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് പറയുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചത് ആരാണ്? എ സക്കേവൂസ്, ബി നിക്കദേമോസ്, സി അരിമത്തിയക്കാരൻ ജോസഫ്, ഡി നിയമജ്ഞർ. ഉത്തരം ബി നിക്കദേമോസ്. ചോദ്യം 164. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? യോഹന്നാൻ 7:51. പഴയ നിയമത്തിൽ ഈ പ്രസ്താവന എവിടെയാണുള്ളത്? എ നിയമാവർത്തനം 17:6, പുറപ്പാട് 23:1, ബി നിയമാവർത്തനം 23:6, പുറപ്പാട് 17:1, സി നിയമാവർത്തനം 17:1, പുറപ്പാട് 23:6, ഡി നിയമാവർത്തനം 13:6, പുറപ്പാട് 27:1. ഉത്തരം എ നിയമാവർത്തനം 17:6, പുറപ്പാട് 23:1. ചോദ്യം 165. ആര് ആരോട് ചോദിച്ചു? നീയും ഗലീലയിൽ നിന്നാണോ? പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും. എ ഫരിസേയർ സക്കേവൂസിനോട്, ബി നിയമജ്ഞർ നിക്കദേമോസിനോട്, സി പുരോഹിത പ്രമുഖർ നിക്കദേമോസിനോട്, ഡി ഫരിസേയർ നിക്കദേമോസിനോട്. ഉത്തരം ഡി ഫരിസേയർ നിക്കദേമോസിനോട്. ചോദ്യം 166. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാന ശീർഷകം എന്ത്? എ അധികാരികളുടെ അവിശ്വാസം, ബി കൂടാരത്തിരുന്നാൾ, സി അധികാരികളുടെ വിശ്വാസം,
ഡി. അധികാരികളുടെ അന്ധവിശ്വാസം? ഉത്തരം എ. അധികാരികളുടെ അവിശ്വാസം. ചോദ്യം 167. അധ്യായവും വാക്യവും ഏത്? ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? എ. യോഹന്നാൻ 7:51, ബി. യോഹന്നാൻ 7:41, സി. യോഹന്നാൻ 7:31, ഡി. യോഹന്നാൻ 7:21. ഉത്തരം എ. യോഹന്നാൻ 7:51. ചോദ്യം 168. സമാനവാക്യം ഏത്? നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എ. യോഹന്നാൻ 3:15-14, ബി. യോഹന്നാൻ 3:14-15, സി. യോഹന്നാൻ 13:14-15, ഡി. യോഹന്നാൻ 13:15-14. ഉത്തരം ബി. യോഹന്നാൻ 3:14-15. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ചോദ്യം 169. സത്യം നിങ്ങളിൽ എന്ത് മാറ്റം വരുത്തും എന്നാണ് യേശു പറയുന്നത്? എ. നിത്യജീവിതത്തിലേക്ക് നയിക്കും, ബി. സത്യം നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കും, സി. സത്യം നിങ്ങളെ ജീവനിലേക്ക് നയിക്കും, ഡി. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഉത്തരം ഡി. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ചോദ്യം 170. തങ്ങൾ ആരുടെ സന്തതികളാണെന്നാണ് യഹൂദർ അവകാശപ്പെട്ടത്? എ. ദാവീദിൻ്റെ, ബി. മോശയുടെ, സി. അബ്രാഹത്തിൻ്റെ, ഡി. ദൈവത്തിൻ്റെ. ഉത്തരം സി. അബ്രാഹത്തിൻ്റെ. ചോദ്യം 171. നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് യേശു പറയുന്നത്? എ. അബ്രാഹത്തിൻ്റെ പ്രവൃത്തികൾ, ബി. എന്നിൽ വിശ്വസിക്കുമായിരുന്നു, സി. നിയമം പാലിക്കുമായിരുന്നു, ഡി. എൻ്റെ വചനം പാലിക്കുമായിരുന്നു. ഉത്തരം എ. അബ്രാഹത്തിൻ്റെ പ്രവൃത്തികൾ. ചോദ്യം 172. യോഹന്നാൻ 8:44 യേശു പിശാചിന് നൽകാത്ത ഒരു വിശേഷണം എന്ത്? എ. കൊലപാതകിയാണ്, ബി. സത്യത്തിൽ നിലനിന്നിട്ടില്ല, സി. നുണയുടെ പിതാവുമാണ്, ഡി. വഞ്ചകനാണ്. ഉത്തരം ഡി. വഞ്ചകനാണ്. ചോദ്യം 173. നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തതിൻ്റെ കാരണം എന്തെന്നാണ് യേശു പറയുന്നത്? എ. പാപികളായതുകൊണ്ട്, ബി. നിങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നതുകൊണ്ട്, സി. സത്യം പറയുന്നതുകൊണ്ട്, ഡി. സത്യം അറിയാത്തതുകൊണ്ട്. ഉത്തരം സി. സത്യം പറയുന്നതുകൊണ്ട്. ചോദ്യം 174. യോഹന്നാൻ 8:48 യഹൂദർ യേശുവിന് നൽകുന്ന 2 വിശേഷണങ്ങൾ ഏതൊക്കെയാണ്? എ. സമരിയാക്കാരൻ തച്ചൻ്റെ മകൻ, ബി. സമരിയാക്കാരൻ പിശാച് ബാധിതൻ, സി. നസ്രായൻ പിശാച് ബാധിതൻ, ഡി. സമരിയാക്കാരൻ നിയമലംഘകൻ. ഉത്തരം ബി. സമരിയാക്കാരൻ പിശാച് ബാധിതൻ. ചോദ്യം 175. യോഹന്നാൻ 8-ാം അധ്യായത്തിൻ്റെ അവസാന ശീർഷകം എന്ത്? എ. അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്, ബി. പിടിക്കപ്പെട്ട വ്യഭിചാരിണി, സി. യേശു ലോകത്തിൻ്റെ പ്രകാശം, ഡി. യഹൂദർക്ക് മുന്നറിയിപ്പ്. ഉത്തരം എ. അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്. ചോദ്യം 176. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 57, ബി. 58, സി. 59, ഡി. 48. ഉത്തരം സി. 59. ചോദ്യം 177. പൂരിപ്പിക്കുക. യേശു പറഞ്ഞു, എനിക്ക് പിശാചില്ല, ഞാൻ എൻ്റെ പിതാവിനെ ഡാഷ്, നിങ്ങളാകട്ടെ എന്നെ ഡാഷ്. എ. ആരാധിക്കുന്നു, അപമാനിക്കുന്നു, ബി. ബഹുമാനിക്കുന്നു, അപമാനിക്കുന്നു, സി. ബഹുമാനിക്കുന്നു, പരിഹസിക്കുന്നു, ഡി. സ്നേഹിക്കുന്നു, അപമാനിക്കുന്നു. ഉത്തരം ബി. ബഹുമാനിക്കുന്നു, അപമാനിക്കുന്നു. ചോദ്യം 178. എന്തിനെക്കുറിച്ചുള്ള പ്രതീക്ഷയിലാണ് പിതാവായ അബ്രാഹാം ആനന്ദിച്ചത് എന്നാണ് യേശു പറയുന്നത്?
എ. നിത്യജീവിതത്തെക്കുറിച്ചുള്ള. ബി. വാർദ്ധക്യത്തിൽ ഒരു പുത്രൻ ജനിക്കും. സി. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള. ഡി. യേശുവിൻ്റെ ദിവസം കാണാം. ഉത്തരം ഡി. യേശുവിൻ്റെ ദിവസം കാണാം. ചോദ്യം 179. നിനക്ക് ഇനിയും എത്ര വയസ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് യഹൂദർ യേശുവിനെ പരിഹസിച്ചത്? എ. 40, ബി. 60, സി. 50, ഡി. 100. ഉത്തരം സി. 50. ചോദ്യം 180. അധ്യായവും വാക്യവും ഏത്? അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. എ. യോഹന്നാൻ 8:6, ബി. യോഹന്നാൻ 8:7, സി. യോഹന്നാൻ 8:8, ഡി. യോഹന്നാൻ 8:9. ഉത്തരം ബി. യോഹന്നാൻ 8:7. ചോദ്യം 181. അന്ധനായ മകൻ ഇപ്പോൾ എങ്ങനെ കാണുന്നു എന്ന ഫരിസേയരുടെ ചോദ്യത്തിന് മാതാപിതാക്കൾ അവനോട് തന്നെ ചോദിക്കൂ എന്ന മറുപടിക്ക് ന്യായീകരണമായി പറയുന്നത് എന്താണ്? എ. അവൻ കുട്ടിയൊന്നും അല്ലല്ലോ. ബി. അവൻ പ്രായപൂർത്തിയായവനല്ലേ. സി. അവന് പ്രായം ആയല്ലോ. ഡി. അവനല്ലേ എല്ലാം അറിയാവുന്നത്. ഉത്തരം സി. അവന് പ്രായം ആയല്ലോ. ചോദ്യം 182. അന്ധൻ എങ്ങനെ കാണുന്നു എന്ന ഫരിസേയരുടെ ചോദ്യത്തിന് മാതാപിതാക്കൾ അവനോട് തന്നെ ചോദിക്കൂ എന്ന് മറുപടി പറയുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ത്? എ. മകനെക്കുറിച്ച് താല്പര്യമില്ലാത്തതുകൊണ്ട്. ബി. കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട്. സി. യേശുവിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട്. ഡി. യഹൂദരെ ഭയന്നിട്ട്. ഉത്തരം ഡി. യഹൂദരെ ഭയന്നിട്ട്. ചോദ്യം 183. യേശുവിനെ ക്രിസ്തുവെന്ന് ഏറ്റുപറയുന്നവരെ എന്തു ചെയ്യാനാണ് യഹൂദർ തീരുമാനിച്ചിരുന്നത്? എ. ദേവാലയത്തിൽ നിന്ന് പുറത്താക്കാൻ. ബി. സിനഗോഗിൽ നിന്ന് പുറത്താക്കാൻ. സി. നഗരത്തിൽ നിന്ന് പുറത്താക്കാൻ. ഡി. സമൂഹത്തിൽ നിന്ന് പുറത്താക്കാൻ. ഉത്തരം ബി. സിനഗോഗിൽ നിന്ന് പുറത്താക്കാൻ. ചോദ്യം 184. സൗഖ്യം പ്രാപിച്ച അന്ധനെ വീണ്ടും വിളിച്ച് അവനെ സൗഖ്യമാക്കിയ യേശു എപ്രകാരമുള്ള വ്യക്തിയാണെന്നാണ് യഹൂദർ പറഞ്ഞത്? എ. ആ മനുഷ്യൻ നിയമം പാലിക്കുന്നില്ല. ബി. ആ മനുഷ്യൻ ഗലീലിയനാണ്. സി. ആ മനുഷ്യൻ വഴി പിഴപ്പിക്കുന്നവനാണ്. ഡി. ആ മനുഷ്യൻ പാപിയാണെന്ന്. ഉത്തരം ഡി. ആ മനുഷ്യൻ പാപിയാണെന്ന്. ചോദ്യം 185 പൂരിപ്പിക്കുക. അവനെ ഡാഷ് അവർ പറഞ്ഞു, നീയാണ് അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ ഡാഷ് ശിഷ്യന്മാരാണ്. എ. ശാസിച്ചുകൊണ്ട് മോശയുടെ. ബി. ശകാരിച്ചുകൊണ്ട് മോശയുടെ. സി. സകാരിച്ചുകൊണ്ട് അബ്രാഹത്തിൻ്റെ. ഡി. പരിഹസിച്ചുകൊണ്ട് മോശയുടെ. ഉത്തരം ബി. ശകാരിച്ചുകൊണ്ട് മോശയുടെ. ചോദ്യം 186. ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഇവിടെ ഈ മനുഷ്യൻ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എ. യേശുവിനെ. ബി. അന്ധനെ. സി. പത്രോസിനെ. ഡി. യോഹന്നാനെ. ഉത്തരം എ. യേശുവിനെ. ചോദ്യം 187. അപ്പോൾ അവർ പറഞ്ഞു, തികച്ചും പാപത്തിൽ പിറന്ന നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ? അന്ധൻ പറഞ്ഞ ഏതു വാക്യങ്ങളാണ് യഹൂദരെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? എ. യോഹന്നാൻ 8:30-33. ബി. യോഹന്നാൻ 7:30-33. സി. യോഹന്നാൻ 9:30-33. ഡി. യോഹന്നാൻ 6:30-33. ഉത്തരം സി. യോഹന്നാൻ 9:30-33. ചോദ്യം 188. പുറത്താക്കപ്പെട്ട അന്ധനെ കണ്ടപ്പോൾ യേശു അവനോട്, നീ ആരിൽ വിശ്വസിക്കുന്നുവോ എന്നാണ് ചോദിച്ചത്? എ. എന്നിൽ. ബി. മനുഷ്യപുത്രനിൽ. സി. ദൈവപുത്രനിൽ. ഡി. ദൈവത്തിൽ. ഉത്തരം ബി. മനുഷ്യപുത്രനിൽ. ചോദ്യം 189. യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. യോഹന്നാൻ 9:37. ഇതിന് സമാനമായ വാക്യം ഏത്? എ. യോഹന്നാൻ 1:26. ബി. യോഹന്നാൻ 2:26. സി. യോഹന്നാൻ 4:26. ഡി. യോഹന്നാൻ 3:26. ഉത്തരം സി. യോഹന്നാൻ 4:26. ചോദ്യം 190. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൗഖ്യം പ്രാപിച്ച അന്ധൻ എന്താണ് ചെയ്തത്?
എ യേശുവിനെ ആരാധിച്ചു, ബി യേശുവിനെ വണങ്ങി, സി യേശുവിനെ സ്പർശിച്ചു, ഡി യേശുവിനെ പ്രണമിച്ചു. ഉത്തരം ഡി യേശുവിനെ പ്രണമിച്ചു. ചോദ്യം 191. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ഡാഷ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. എ അന്ത്യവിധിക്കായിട്ടാണ്, ബി ന്യായവിധിക്കായിട്ടാണ്, സി സ്വർഗത്തിൽ നിന്ന്, ഡി പിതാവിൽ നിന്ന്. ഉത്തരം ബി ന്യായവിധിക്കായിട്ടാണ്. ചോദ്യം 192. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. യോഹന്നാൻ 9:39. സമാന വാക്യം മത്തായിയുടെ സുവിശേഷത്തിൽ ഏത്? എ മത്തായി 14:15, ബി മത്തായി 25:24, സി മത്തായി 15:13, ഡി മത്തായി 15:14. ഉത്തരം ഡി മത്തായി 15:14. ചോദ്യം 193. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് കേട്ട ഫരിസേയർ യേശുവിനോട് ചോദിച്ചതെന്ത്? എ അപ്പോൾ ഞങ്ങളും ബധിരരാണോ, ബി അപ്പോൾ അവരും അന്ധരാണോ, സി അപ്പോൾ ഞങ്ങളും അന്ധരാണോ, ഡി അങ്ങനെയെങ്കിൽ ഞങ്ങളും അന്ധരാണോ. ഉത്തരം സി അപ്പോൾ ഞങ്ങളും അന്ധരാണോ. ചോദ്യം 194. അന്ധരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് യേശു പറയുന്നത്. എ നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു, ബി നിങ്ങൾ നിയമം ലംഘിക്കുന്നു, സി നിങ്ങൾ നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്നു, ഡി നിങ്ങൾ സ്വയം കുഴിയിൽ വീഴുന്നു. ഉത്തരം എ നിങ്ങളിൽ പാപം നിലനിൽക്കുന്നു. ചോദ്യം 195. യോഹന്നാൻ 9-ാം അധ്യായത്തിന് എത്ര ശീർഷകങ്ങൾ ഉണ്ട്? എ 1, ബി 2, സി 3, ഡി 4. ഉത്തരം ബി 2. ചോദ്യം 196. യോഹന്നാൻ 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം എന്ത്? എ അന്ധനെ സുഖപ്പെടുത്തുന്നു, ബി അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്, സി പിശാച് നിങ്ങളുടെ പിതാവ്, ഡി ആത്മീയ അന്ധത. ഉത്തരം ഡി ആത്മീയ അന്ധത. ചോദ്യം 197. അധ്യായവും വാക്യവും ഏത്? യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. എ യോഹന്നാൻ 9:39, ബി യോഹന്നാൻ 9:29, സി യോഹന്നാൻ 9:19, ഡി യോഹന്നാൻ 9:33. ഉത്തരം എ യോഹന്നാൻ 9:39. ചോദ്യം 198. യോഹന്നാൻ 10:20 യേശുവിനെപ്പറ്റി യഹൂദർ പറഞ്ഞതെന്ത്? എ ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ബി അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, സി ഇവൻ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു, ഡി അവന് പിശാചുണ്ട്, അവന് സുബോധമില്ല. ഉത്തരം ബി അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്. ചോദ്യം 199. പ്രതിഷ്ഠയുടെ തിരുനാളിന് യഹൂദർ പറയുന്ന പേര് എന്ത്? എ കൂടാരത്തിരുന്നാൾ, ബി പെസഹ തിരുനാൾ, സി ഹനുക്ക, ഡി യോം കിപ്പുർ. ഉത്തരം സി ഹനുക്ക. ചോദ്യം 200. ജെറൂസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാൾ ആഘോഷിച്ചത് ഏത് കാലത്തായിരുന്നു? എ മഴക്കാലത്ത്, ബി ശീതകാലത്ത്, സി വേനൽക്കാലത്ത്, ഡി വസന്തകാലത്ത്. ഉത്തരം ബി ശീതകാലത്ത്. ചോദ്യം 201. നീ ഞങ്ങളെ എത്രനാൾ ഇങ്ങനെ സന്ദിഗ്ധാവസ്ഥയിൽ നിർത്തും എന്ന് യഹൂദർ യേശുവിനോട് ചോദിച്ചത് എവിടെ വെച്ചാണ്? എ സോളമൻ്റെ മണ്ഡപത്തിൽ, ബി സിനഗോഗിൽ, സി ദേവാലയ അങ്കണത്തിൽ, ഡി ഗലീലിയിൽ വച്ച്. ഉത്തരം എ സോളമൻ്റെ മണ്ഡപത്തിൽ. ചോദ്യം 202. യേശു ദേവാലയത്തിൽ സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവൻ്റെ ചുറ്റും കൂടി വ്യക്തമായി ഞങ്ങളോട് പറയുക എന്ന് ആവശ്യപ്പെട്ടത് എന്താണ്? എ നീ ദൈവപുത്രനാണോ എന്ന്, ബി വരാനിരിക്കുന്നവൻ നീ തന്നെയോ, സി നീ ദാവീദിൻ്റെ പുത്രനാണോ, ഡി നീ ക്രിസ്തുവാണോ എന്ന്. ഉത്തരം ഡി നീ ക്രിസ്തുവാണോ എന്ന്.
ചോദ്യം 203. യോഹന്നാൻ 10:27 പ്രകാരം സ്വന്തം ആടുകളെക്കുറിച്ച് യേശു പറയാത്തതെന്ത്? എ. എൻ്റെ സ്വരം ശ്രവിക്കുന്നു. ബി. എൻ്റെ മുമ്പേ നടക്കുന്നു. സി. എന്നെ അനുഗമിക്കുന്നു. ഡി. എനിക്ക് അവയെ അറിയാം. ഉത്തരം ബി. എൻ്റെ മുമ്പേ നടക്കുന്നു. ചോദ്യം 204. യോഹന്നാൻ 10:27-28 സ്വന്തം ആടുകളെക്കുറിച്ച് യേശു എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട്? എ. 4. ബി. 5. സി. 6. ഡി. 7. ഉത്തരം സി. 6. ചോദ്യം 205. വാക്യം ഏത്? യോഹന്നാൻ 10:30. എ. ഞാനും പിതാവും ഒന്നാണ്. ബി. പിതാവും ഞാനും ഒന്നാണ്. സി. ഞാൻ നല്ല ഇടയനാണ്. ഡി. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ഉത്തരം എ. ഞാനും പിതാവും ഒന്നാണ്. ചോദ്യം 206. ഞാനും പിതാവും ഒന്നാണ് യോഹന്നാൻ 10:30 എന്ന് പറഞ്ഞപ്പോൾ യഹൂദർ എന്താണ് ചെയ്തത്? എ. ഫരിസേയരെ ഈ വിവരം അറിയിച്ചു. ബി. ദേവാലയത്തിൽ നിന്നും പുറത്താക്കി. സി. അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. ഡി. സിനഗോഗിൽ നിന്നും പുറത്താക്കി. ഉത്തരം സി. അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. ചോദ്യം 207. യേശുവിനെ എറിയാൻ വീണ്ടും കല്ലെടുത്തതിൻ്റെ കാരണമായി യഹൂദർ പറഞ്ഞതെന്താണ്? എ. കലാപത്തിന് കാരണമാകുന്നു. ബി. ദൈവദൂഷണം മൂലം. സി. ഫരിസേയരെ വിമർശിക്കുന്നു. ഡി. നിയമം ലംഘിക്കുന്നു. ഉത്തരം ബി. ദൈവദൂഷണം മൂലം. ചോദ്യം 208. യേശുവിൻ്റെ ഏത് പ്രവൃത്തിയെയാണ് യഹൂദർ ദൈവദൂഷണമായി കണക്കാക്കിയത്? എ. സാബത്ത് ലംഘിക്കുന്നു. ബി. അധികാരികളെ വിമർശിക്കുന്നു. സി. ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു. ഡി. തന്നെ ദൈവമാക്കുന്നു. ഉത്തരം ഡി. തന്നെ ദൈവമാക്കുന്നു. ചോദ്യം 209. നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? യോഹന്നാൻ 10:34. പഴയ നിയമത്തിൽ എവിടെയാണ് ഇപ്രകാരം പറയുന്നത്? എ. സങ്കീർത്തനങ്ങൾ 86:2. ബി. സങ്കീർത്തനങ്ങൾ 62:8. സി. സങ്കീർത്തനങ്ങൾ 82:6. ഡി. സങ്കീർത്തനങ്ങൾ 28:6. ഉത്തരം സി. സങ്കീർത്തനങ്ങൾ 82:6. ചോദ്യം 210. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ എന്ത് വിളിച്ചു എന്നാണ് യേശു പറയുന്നത്? എ. ദൈവമക്കൾ. ബി. ദൈവങ്ങൾ. സി. വിശുദ്ധർ. ഡി. പ്രവാചകർ. ഉത്തരം ബി. ദൈവങ്ങൾ. ചോദ്യം 211 പൂരിപ്പിക്കുക. അങ്ങനെയെങ്കിൽ പിതാവ് ഡാഷ് ലോകത്തിലേക്ക് അയച്ച് എന്നെ ഞാൻ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നീ ഡാഷ് പറയുന്നു എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുവോ? എ. വിശദീകരിച്ച് ദൈവദൂഷണം. ബി. തിരഞ്ഞെടുത്ത് ദൈവദൂഷണം. സി. വിശദീകരിച്ച് അസത്യം. ഡി. അനുഗ്രഹിച്ച് ദൈവദൂഷണം. ഉത്തരം എ. വിശദീകരിച്ച് ദൈവദൂഷണം. ചോദ്യം 212. അധ്യായവും വാക്യവും ഏത്? എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. എ. യോഹന്നാൻ 9:6. ബി. യോഹന്നാൻ 9:4. സി. യോഹന്നാൻ 9:14. ഡി. യോഹന്നാൻ 9:11. ഉത്തരം ബി. യോഹന്നാൻ 9:4. ചോദ്യം 213. ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളൂ എന്നാണ് യേശു യഹൂദരോട് പറയുന്നത്? എ. എന്നെ വിശ്വസിക്കേണ്ട. ബി. എന്നെ അയച്ചവനിൽ വിശ്വസിക്കേണ്ട. സി. എൻ്റെ പ്രവൃത്തികൾ വിശ്വസിക്കേണ്ട. ഡി. എൻ്റെ വചനത്തിൽ വിശ്വസിക്കേണ്ട. ഉത്തരം എ. എന്നെ വിശ്വസിക്കേണ്ട. ചോദ്യം 214. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും എന്തിൽ വിശ്വസിക്കാനാണ് യേശു യഹൂദരോട് ആഹ്വാനം ചെയ്യുന്നത്? എ. എൻ്റെ പ്രവൃത്തികളിൽ. ബി. എൻ്റെ വചനത്തിൽ. സി. മോശയുടെ നിയമത്തിൽ. ഡി. എൻ്റെ പിതാവിൽ. ഉത്തരം എ. എൻ്റെ പ്രവൃത്തികളിൽ. ചോദ്യം 215. എന്ത് ചെയ്താലാണ് പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യുക എന്ന് യേശു പറയുന്നത്? എ. എൻ്റെ വചനത്തിൽ വിശ്വസിച്ചാൽ.
ബി എൻ്റെ വചനം അനുസരിച്ചാൽ, സി എൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിച്ചാൽ, ഡി വചനം പരിശോധിച്ചാൽ. ഉത്തരം സി എൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിച്ചാൽ. ചോദ്യം 216 പൂരിപ്പിക്കുക. ജോർദാൻ്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക് അവൻ വീണ്ടും പോയി ഡാഷ്. എ സ്നാനം നൽകി, ബി അവരെ പഠിപ്പിച്ചു, സി അവർക്ക് സൗഖ്യം നൽകി, ഡി അവിടെ താമസിച്ചു. ഉത്തരം ഡി അവിടെ താമസിച്ചു. ചോദ്യം 217 പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും എന്ന യേശുവിൻ്റെ പ്രസ്താവനയോട് യഹൂദർ പ്രതികരിച്ചത് എപ്രകാരമാണ്? എ യേശുവിനെ കല്ലെറിഞ്ഞു, ബി യേശുവിനെ ബന്ധിക്കാൻ ശ്രമിച്ചു, സി യേശുവിനെ പുറത്താക്കി, ഡി ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? ഉത്തരം ബി യേശുവിനെ ബന്ധിക്കാൻ ശ്രമിച്ചു. ചോദ്യം 218 നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന യേശുവിൻ്റെ വാഗ്ദാനത്തെ മർത്ത മനസ്സിലാക്കിയത് എപ്രകാരമാണ്? എ അന്ത്യവിധിയിലെ പുനരുത്ഥാനമെന്ന്, ബി നിത്യജീവിതത്തിലേക്കുള്ള പുനരുത്ഥാനമെന്ന്, സി അന്ത്യദിനത്തിലെ പുനരുത്ഥാനമെന്ന്, ഡി പുനർജീവിതത്തിലേക്കുള്ള ഉത്ഥാനമെന്ന്. ഉത്തരം സി അന്ത്യദിനത്തിലെ പുനരുത്ഥാനമെന്ന്. ചോദ്യം 219 യോഹന്നാൻ 11:25 താൻ ആരെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ പുനരുത്ഥാനവും ജീവനും, ബി വഴിയും സത്യവും ജീവനും, സി ലോകത്തിൻ്റെ പ്രകാശം, ഡി നല്ല ഇടയൻ. ഉത്തരം എ പുനരുത്ഥാനവും ജീവനും. ചോദ്യം 220 യോഹന്നാൻ 11:25 പ്രകാരം തന്നിൽ വിശ്വസിക്കുന്നവൻ്റെ പ്രത്യേകത എന്തെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ സ്വർഗരാജ്യം അവകാശമാക്കും, ബി നിത്യജീവൻ പ്രാപിക്കും, സി ജീവൻ്റെ അരുവികൾ ഒഴുകും, ഡി മരിച്ചാലും ജീവിക്കും. ഉത്തരം ഡി മരിച്ചാലും ജീവിക്കും. ചോദ്യം 221 തന്നിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവന് എന്ത് സംഭവിക്കുകയില്ല എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ ശിക്ഷാവിധി ഉണ്ടാവുകയില്ല, ബി നശിക്കുകയില്ല, സി വിധിക്കപ്പെടുകയില്ല, ഡി ഒരിക്കലും മരിക്കുകയില്ല. ഉത്തരം ഡി ഒരിക്കലും മരിക്കുകയില്ല. ചോദ്യം 222 യേശു ലോകത്തിലേക്ക് വരാനിരുന്ന ആരെന്നാണ് മർത്ത പ്രഖ്യാപിക്കുന്നത്? എ രക്ഷകനാണ്, ബി ദൈവപുത്രനായ ക്രിസ്തു, സി പ്രവാചകൻ, ഡി രക്ഷകനായ ക്രിസ്തു. ഉത്തരം ബി ദൈവപുത്രനായ ക്രിസ്തു. ചോദ്യം 223 മർത്ത തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ച് ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞത് എപ്രകാരമായിരുന്നു? എ പരസ്യമായി, ബി രഹസ്യമായി, സി സ്നേഹത്തോടെ, ഡി സ്വകാര്യമായി. ഉത്തരം ഡി സ്വകാര്യമായി. ചോദ്യം 224 യേശു നിന്നെ വിളിക്കുന്നു എന്ന മർത്തായുടെ വാക്ക് കേട്ട് മറിയം യേശുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ യേശു നിന്നിരുന്നത് എവിടെയായിരുന്നു? എ മർത്ത കണ്ട സ്ഥലത്ത് തന്നെ, ബി കല്ലറയ്ക്കു സമീപം, സി ശിഷ്യരുടെ ഇടയിൽ, ഡി പാതയോരത്ത്. ഉത്തരം എ മർത്ത കണ്ട സ്ഥലത്ത് തന്നെ. ചോദ്യം 225 യേശു നിന്നെ വിളിക്കുന്നു എന്ന മർത്തായുടെ വാക്ക് കേട്ട് യേശുവിൻ്റെ അടുത്തെത്തിയ മറിയം ആദ്യം ചെയ്തത് എന്താണ്? എ യേശുവിനെ വണങ്ങി, ബി യേശുവിൻ്റെ കാൽക്കൽ വീണു, സി യേശുവിനെ അഭിവാദനം ചെയ്തു, ഡി യേശുവിനെ കുമ്പിട്ടാരാധിച്ചു. ഉത്തരം ബി യേശുവിൻ്റെ കാൽക്കൽ വീണു. ചോദ്യം 226 യേശുവിൻ്റെ അടുത്തെത്തിയ മറിയം എന്ത് സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത്? എ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ബി നീ അത്ഭുതം പ്രവർത്തിച്ചിരുന്നെങ്കിൽ, സി നീ വന്നിരുന്നുവെങ്കിൽ, ഡി നീ ഉടൻ പുറപ്പെട്ടിരുന്നെങ്കിൽ. ഉത്തരം എ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ചോദ്യം 227 ലാസറിനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് യഹൂദർ നൽകിയ മറുപടി എന്താണ്? എ ഇവിടെ അടുത്ത് തന്നെ, ബി കർത്താവെ വന്നു കാണുക, സി ഗ്രാമത്തിന് പുറത്തുള്ള ശ്മശാനത്തിൽ, ഡി അടുത്തുള്ള ഒരു കല്ലറയിൽ. ഉത്തരം ബി കർത്താവെ വന്നു കാണുക. ചോദ്യം 228 വചനമേത്? യോഹന്നാൻ 11:35. എ യേശു കരഞ്ഞു, ബി വിശ്വസിച്ചാൽ നീ അത്ഭുതം കാണും,
സി യേശു കണ്ണീർ പൊഴിച്ചു. ഡി എന്നിൽ വിശ്വസിക്കുക. ഉത്തരം സി യേശു കണ്ണീർ പൊഴിച്ചു. ചോദ്യം 229. എന്ത് ചെയ്ത യേശുവിന് ലാസറിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നാണ് ചില യഹൂദർ ചോദിച്ചത്. എ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ, ബി കുരുടന് കാഴ്ച നൽകിയ, സി കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ, ഡി അന്ധൻ്റെ കണ്ണ് തുറന്ന. ഉത്തരം ഡി അന്ധൻ്റെ കണ്ണ് തുറന്ന. ചോദ്യം 230. ലാസറിൻ്റെ ശവകുടീരം എന്തായിരുന്നു? എ ഒരു മൺകൂന, ബി ഒരു ഒലിവ് തോട്ടമായിരുന്നു, സി ഒരു ഗുഹയായിരുന്നു, ഡി ഒരു പൂന്തോട്ടമായിരുന്നു. ഉത്തരം സി ഒരു ഗുഹയായിരുന്നു. ചോദ്യം 231. ലാസറിൻ്റെ ശവകുടീരത്തെങ്കിലെത്തിയ യേശു ആദ്യം പറഞ്ഞത് എന്താണ്? എ കല്ലറ തുറക്കുവിൻ, ബി ലാസറെ പുറത്തു വരിക, സി പിതാവെ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു, ഡി ആ കല്ലെടുത്തു മാറ്റുവിൻ. ഉത്തരം ഡി ആ കല്ലെടുത്തു മാറ്റുവിൻ. ചോദ്യം 232. വിശ്വസിച്ചാൽ നീ എന്ത് ദർശിക്കുമെന്നാണ് യേശു മർത്തയോട് പറയുന്നത്? എ അത്ഭുതം, ബി ദൈവമഹത്വം, സി കർത്താവിൻ്റെ മഹത്വം, ഡി എൻ്റെ മഹത്വം. ഉത്തരം ബി ദൈവമഹത്വം. ചോദ്യം 233. ലാസറിൻ്റെ ശവകുടീരത്തിങ്കലെത്തിയ യേശു ഉച്ചത്തിൽ പറഞ്ഞത് എന്താണ്? എ പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു, ബി ലാസറെ എഴുന്നേൽക്കുക, സി ലാസറെ പുറത്തു വരിക, ഡി ലാസറെ ഉണരുക. ഉത്തരം സി ലാസറെ പുറത്തു വരിക. ചോദ്യം 234. ലാസറിനെ യേശു ഉയർപ്പിച്ച സംഭവം നടന്ന വർഷത്തെ പ്രധാന പുരോഹിതൻ ആരായിരുന്നു? എ അന്നാസ്, ബി ഗമാലിയേൽ, സി കയ്യാഫാസ്, ഡി ഹില്ലേൽ. ഉത്തരം സി കയ്യാഫാസ്. ചോദ്യം 235. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ എന്തിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? എ നിത്യജീവനിലേക്ക്, ബി നിത്യജീവിതത്തിലേക്ക്, സി നിത്യതയിലേക്ക്, ഡി അന്ത്യവിധിയിലേക്ക്. ഉത്തരം എ നിത്യജീവനിലേക്ക്. ചോദ്യം 236. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യണം എന്നാണ് യോഹന്നാൻ 12:26 യേശു പ്രഖ്യാപിക്കുന്നത്? എ എല്ലാം ഉപേക്ഷിക്കണം, ബി എന്നെ അനുഗമിക്കട്ടെ, സി സ്വയം ത്യജിക്കണം, ഡി പാപം വർജിക്കണം. ഉത്തരം ബി എന്നെ അനുഗമിക്കട്ടെ. ചോദ്യം 237. യോഹന്നാൻ 12:27 യേശു തന്നെക്കുറിച്ച് തന്നെ എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട്? എ 2, ബി 3, സി 4, ഡി 5. ഉത്തരം സി 4. ചോദ്യം 238. യോഹന്നാൻ 12:28 മഹത്വം എന്ന വാക്ക് എത്ര തവണ ഉപയോഗിക്കുന്നുണ്ട്? എ 2, ബി 3, സി 4, ഡി 5. ഉത്തരം ബി 3. ചോദ്യം 239. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായപ്പോൾ ചിലർ ഒരു ദൂതൻ അവരോട് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു കൂട്ടർ പറഞ്ഞതെന്താണ്? എ പിതാവ് അവനോട് സംസാരിച്ചു, ബി മോശ അവനോട് സംസാരിച്ചു, സി ഏലിയ അവനോട് സംസാരിച്ചു, ഡി ഇടിമുഴക്കമുണ്ടായി. ഉത്തരം ഡി ഇടിമുഴക്കമുണ്ടായി എന്ന്. ചോദ്യം 240. യേശു പറഞ്ഞു, ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടിയാണ്? എ ജനങ്ങൾക്ക് വേണ്ടി, ബി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, സി നിങ്ങൾക്ക് വേണ്ടി, ഡി അവിശ്വാസികൾക്ക് വേണ്ടി. ഉത്തരം സി നിങ്ങൾക്ക് വേണ്ടി. ചോദ്യം 241. ഞാൻ മരുഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എവിടേക്ക് ആകർഷിക്കും എന്നാണ് യേശു യോഹന്നാൻ 12:32 പ്രഖ്യാപിക്കുന്നത്? എ പിതാവിങ്കിലേക്ക്, ബി എന്നിലേക്ക്, സി ദൈവത്തിലേക്ക്, ഡി സ്വർഗത്തിലേക്ക്. ഉത്തരം ബി എന്നിലേക്ക്. ചോദ്യം 242. ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്? യോഹന്നാൻ 12:34. പഴയ നിയമത്തിൽ എവിടെയാണ് ഇതുള്ളത്? എ സങ്കീർത്തനങ്ങൾ 110:4, ഏശയ്യ 9:7, ബി എസക്കിയേൽ 37:25, സി ദാനിയേൽ 7:14, ഡി ഇവയെല്ലാം. ഉത്തരം ഡി ഇവയെല്ലാം.
ചോദ്യം 243 പൂരിപ്പിക്കുക. ഡാഷ് നടക്കുന്നവൻ താൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. എ ഇരുളിൽ, ബി അഹങ്കാരത്തിൽ, സി തന്നിഷ്ടമനുസരിച്ച്, ഡി അന്ധകാരത്തിൽ. ഉത്തരം ഡി അന്ധകാരത്തിൽ. ചോദ്യം 244 എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ എന്ന് യേശു അരുളി ചെയ്തത്? എ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന്, ബി ദൈവത്തിൻ്റെ മക്കളാകേണ്ടതിന്, സി അന്ധകാരത്തിൻ്റെ മക്കളാകേണ്ടതിന്, ഡി പിശാചിൻ്റെ മക്കളാകാതിരിക്കേണ്ടതിന്. ഉത്തരം എ പ്രകാശത്തിൻ്റെ മക്കളാകേണ്ടതിന്. ചോദ്യം 245 കർത്താവെ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? യോഹന്നാൻ 12:38. ഏശയ്യായുടെ പുസ്തകത്തിൽ എവിടെയാണ് ഇതുള്ളത്? എ ഏഷ്യ 35:1, ബി ഏഷ്യ 43:11, സി ഏഷ്യ 53:1, ഡി ഏഷ്യ 53:11. ഉത്തരം സി ഏഷ്യ 53:1. ചോദ്യം 246 അവർ തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ അവർ മുന്നിലേക്ക് തിരിഞ്ഞ് ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തു. ഏശയ്യായുടെ പുസ്തകത്തിൽ എവിടെയാണ് ഇതുള്ളത്? എ ഏഷ്യ 4:10, ബി ഏഷ്യ 5:10, സി ഏഷ്യ 6:10, ഡി ഏഷ്യ 7:10. ഉത്തരം സി ഏഷ്യ 6:10. ചോദ്യം 247 യേശുവിൽ വിശ്വസിച്ചിരുന്ന അധികാരികൾ പോലും ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തേക്കാൾ അധികം എന്താണ് അഭിലഷിച്ചിരുന്നത്? എ സമ്പത്തിൽ, ബി മനുഷ്യരുടെ പ്രശംസ, സി അധികാരത്തിൽ, ഡി മനുഷ്യരുടെ പ്രീതി. ഉത്തരം ബി മനുഷ്യരുടെ പ്രശംസ. ചോദ്യം 248 എന്നെ കാണുന്നവൻ ആരെ കാണുന്നു എന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ എന്നെ അയച്ചവനെ, ബി പിതാവിനെ, സി സൃഷ്ടാവിനെ, ഡി ദൈവത്തെ. ഉത്തരം എ എന്നെ അയച്ചവനെ. ചോദ്യം 249 ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല മറിച്ച് എന്തിനെന്നാണ് യേശു പ്രഖ്യാപിക്കുന്നത്? എ നേർവഴിക്ക് നടത്താനാണ്, ബി സത്യത്തിന് സാക്ഷ്യം നൽകാൻ, സി ലോകത്തിന് ജീവൻ നൽകാൻ, ഡി രക്ഷിക്കാനാണ്. ഉത്തരം ഡി രക്ഷിക്കാനാണ്. ചോദ്യം 250 പൂരിപ്പിക്കുക. അവിടുത്തെ കൽപ്പന ഡാഷ് ഞാൻ അറിയുന്നു. എ അനുസരിക്കാനുള്ളതാണെന്ന്, ബി ജീവൻ നൽകാനുള്ളതാണെന്ന്, സി നിത്യജീവനാണെന്ന്, ഡി സത്യമാണെന്ന്. ഉത്തരം സി നിത്യജീവനാണെന്ന്. ഇതോടെ ഈ സെറ്റിലെ 250 ചോദ്യോത്തരങ്ങൾ അവസാനിക്കുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ്. കർത്താവായ യേശുവിൻ്റെ കൃപ നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.